ഗുഡ് ഈവനിങ് ഓൾ. നമ്മുടെ സെഷൻ്റെ അടുത്ത നമ്മൾ കോഴ്സുമായി മുന്നോട്ട് പോവുകയാണ്. കോഴ്സിൻ്റെ 4ാം ലെക്ചറിൻ്റെ 2ാം സെഷനിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇന്ന് കൂടുതൽ മലബാർ റവല്യൂഷൻ്റെ കുറച്ചുകൂടി ഗ്ലോബൽ കോണ്ടെക്സ്റ്റിൻ്റെ വേറൊരു ഏരിയ ഇന്ന് നമുക്ക് മുമ്പിൽ സൈഫുക്ക് അവതരിപ്പിക്കും. അതിനുവേണ്ടി സൈഫ് മാഷിനെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. സൈഫുക്ക് തുടങ്ങിക്കോളൂ. തുടങ്ങട്ടെ. ഓക്കെ തുടങ്ങിക്കോളൂ. ഓക്കെ. അസ്സലാമു അലൈക്കും. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മലബാർ റവല്യൂഷന്റെ ഗ്ലോബൽ കോണ്ടെക്സ്റ്റിനെ കുറിച്ചുള്ള നമ്മുടെ ചർച്ചയുടെ 2ാം ഭാഗമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആയിരത്തി 1909 സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിന്റെ പതനത്തോടുകൂടി, അല്ലെങ്കിൽ അദ്ദേഹത്തെ യുവ തുർക്കികളുടെ നേതൃത്വത്തിലുള്ള വിമതന്മാർ ഉസ്മാനിയ ഖിലാഫത്തിൽ തന്നെ ഉയർന്നു വരികയും അദ്ദേഹത്തെ ഖലീഫ എന്ന് പറയുന്ന സ്ഥാനത്തിൽ നിന്ന് മാറ്റുകയും മുഴുവൻ അധികാരവും നിയന്ത്രണവും അവരുടെ കയ്യിലേക്ക് കൊണ്ടുവരുന്നതോടു കൂടിയാണ് യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ഉസ്മാനിയ ഖിലാഫത്തിന്റെ പതനം, അതായത് അവസാനത്തെ ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയുന്ന സംഭവിക്കുന്നത് ആ ഒരു കാലഘട്ടത്തോടു കൂടിയാണ്. ഉസ്മാനിയ ഖിലാഫത്തിന് ഏകദേശം 16, 17, 18 നൂറ്റാണ്ടുകളിലൊക്കെ പിന്നോട്ട് പോവുകയാണെങ്കിൽ അതിന്റെ പതനത്തിന്റെ ചില കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. വിവിധ ഉസ്മാനിയ ഖിലാഫത്തിന്റെ കീഴിലുള്ള വിവിധ രാഷ്ട്രങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത്, വിവിധ രാഷ്ട്രങ്ങളുമായി കരാറുകൾ ഏർപ്പെടുന്നത്, കരാറുകൾ ഏർപ്പെട്ടതോടുകൂടി അവരുമായി അവരുടെ സ്ഥലങ്ങൾ ഒഴിച്ചു കൊടുക്കേണ്ടി വരുന്നത്, അതുപോലെ തന്നെ സമുദ്ര മേഖലയിലെ വിവിധ മേഖലകളിലെ വ്യാപാര മേഖലകളിലെ നിയന്ത്രണം നഷ്ടമാകുന്നത്, അങ്ങനെ വിവിധ തരത്തിലുള്ള സന്ധികളിലൂടെയും രഞ്ജികളിലൂടെയും സമ്മർദ്ദങ്ങളിലൂടെയും ഖിലാഫത്തിന്റെ അധികാരം പെതുക്കെ നഷ്ടമായി വരുന്നുണ്ടായിരുന്നു. 17, 18, 19 നൂറ്റാണ്ടുകളിലൂടെ അതൊക്കെ സംഭവിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവസാനവും ബാക്കി വന്ന പ്രദേശങ്ങൾ സംരക്ഷിച്ച് നിർത്തിയത് സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിന്റെ കാലഘട്ടത്തിലാണ്. അത് നമ്മുടെ കേരളത്തിന്റെ ഒരു പശ്ചാത്തലവും കൂടി ആ വിഷയത്തിൽ ഞാൻ ചേർത്ത് പറഞ്ഞിരുന്നു. മമ്പുറം തങ്ങളുടെ ഒരു സാന്നിധ്യവും കൂടി ഈ പറയുന്ന അറബ് നാടുകളിലെ അവിടുത്തെ നിയന്ത്രണം ദുർബലമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മമ്പുറം തങ്ങളുടെ സാന്നിധ്യം ആ പ്രദേശത്തെ അധികാരത്തെ വീണ്ടും കേന്ദ്രീകരിക്കുന്നതിന് കാരണമായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് സ്വാഭാവികമായും ഇദ്ദേഹത്തിന്റെ അധികാരത്തിൽ ഈ പറയുന്ന യുവ തുർക്കികളുടെ വരവും അവരുടെ അധികാരത്തിന്റെ സ്വാധീനവും അവർക്ക് പുറത്തു നിന്നുള്ള സപ്പോർട്ടും, അതായത് ഉസ്മാനിയ ഖിലാഫത്തിനെ എതിർക്കുന്ന ആൾക്കാരുടെ സ്വാഭാവികമായും സപ്പോർട്ടും ഇവർക്ക് കൂടെ ഉണ്ടായിരുന്നു. എങ്ങനെയാണെങ്കിലും അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് സ്ഥാനഭ്രഷ്ടനാക്കുകയും 1909 ഖലീഫ എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ എടുത്തു മാറ്റുകയും പിന്നീട് മുഹമ്മദ് 4 എന്ന് പറയുന്ന ഒരാളെ അതിലേക്ക് സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട്. അതിനുശേഷം 1909 ശേഷം വരുന്ന എല്ലാ തരം ഖലീഫമാരും സുൽത്താൻമാരും പാവകളായിരുന്നു, അതായത് യുവ തുർക്കികളുടെ കയ്യിലുള്ള പാവകളായിരുന്നു. ഇതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സമയത്ത് പോലും 1910 മുതൽ ഏകദേശം 1924 വരെയുള്ള കാലഘട്ടങ്ങളാണെങ്കിൽ പോലും തുർക്കികൾ അന്നും ബ്രിട്ടീഷ് വിരുദ്ധ നിലപാട് സ്വീകരിച്ചിരുന്ന കാലഘട്ടം കൂടിയാണ്. അതായത് ഉസ്മാനിയ ഖിലാഫത്തിന്റെ പതനം സംഭവിക്കുന്നതാണെങ്കിൽ പോലും ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിന് നേരെ ഓപ്പോസിറ്റ് നിലപാടെടുക്കുന്ന സാഹചര്യമായിരുന്നു. അതുകൊണ്ട് ഗ്രീക്ക് വിരുദ്ധ യുദ്ധത്തിൽ കമാൽ പാഷ അധികാരത്തിലേക്ക് കയറി വരികയും കമാൽ പാഷയുടെ നിയന്ത്രണത്തിൽ ഈ പറയുന്ന സൈന്യങ്ങളൊക്കെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിലും അപ്പോഴും ഏകദേശം 20-23 വരെയുള്ള കാലഘട്ടം വരെയെങ്കിലും കമാൽ പാഷയെ ഗാസി അൽ ഇസ്ലാം എന്നാണ് പേര് വിളിച്ചിരുന്നത്. അതായത് ഖിലാഫത്തിന്റെ സൈന്യത്തെ
സൈന്യത്തിന്റെ ഗാസി, അതിന്റെ നേതാവ് എന്നുള്ള പേരാണ്, ആ ഒരു ഇസ്ലാമിക ടെർമിനോളജിയാണ് കമാൽ പാഷയ്ക്ക് അന്ന് ഉപയോഗിച്ചിരുന്നത്. കാരണം ആ ഒരു പേരില്ലെങ്കിൽ പോലും അന്നും ഖിലാഫത്ത് ഉണ്ടായിരുന്നു. 1923 തുർക്കി സ്റ്റേറ്റ് ആയി പ്രഖ്യാപിക്കുന്നതും 1924 ഖിലാഫത്ത് എന്ന് പറയുന്ന സ്ഥാനം പോലും എടുത്തു കളയുന്നത് വരെയും പേരിനെങ്കിൽ പോലും ഖിലാഫത്ത് എന്ന് പറയുന്ന സ്ഥാനം ഉണ്ടായിരുന്നു. അവസാനം വഹീദ്ദീൻ ഖാൻ എന്ന് പറയുന്ന ഒരാളുടെ, മജീദ്, വഹീദ്, വിവിധ പേരുകൾ, വിവിധ ആൾക്കാർ ആ ഒരു സമയത്ത് സുൽത്താൻമാരായി ഇവിടെ ഭരിക്കുന്നുണ്ടായിരുന്നു പേരിനെങ്കിലും, അവരും ഉണ്ടായിരുന്നു. അപ്പോഴും കമാൽ പാഷ ഈ പറയുന്ന സൈന്യത്തിന്റെ നേതാവായിരുന്നു. അപ്പോൾ ഖിലാഫത്തിന്റെ നേതാവ് എന്ന നിലയിലാണ് അന്നും കമാൽ പാഷ അറിയപ്പെട്ടിരുന്നത്. ഈ ഒരു സാഹചര്യമാണ് കേരളത്തിലേക്കും അല്ലെങ്കിൽ ഇന്ത്യയിലേക്കും സൗത്ത് ഏഷ്യയിലേക്കും ഖിലാഫത്തിന്റെ പതനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ശക്തമാവാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഗ്രീക്ക് യുദ്ധം നടക്കുന്നതും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇമ്പീരിയലിസം തുർക്കിയെ വലയം ചെയ്യുന്നതും ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നു. തുർക്കികൾ ഗ്രീക്കുകാരെ പരാജയപ്പെടുത്തുന്ന സാഹചര്യം കമാൽ പാഷയെ കൂടുതൽ ശക്തനാക്കുകയും തുർക്കികൾക്കിടയിലുള്ള ഒരു വീരേതിഹാസമായി, വീരപുരുഷനായി മാറ്റുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ ബ്രിട്ടീഷുകാരുടെ ഈ പറയുന്ന അറ്റാക്കിനെ ചെറുക്കുകയും ഇന്ന് ബാക്കിയുള്ള തുർക്കിയെ സംരക്ഷിച്ചു നിർത്തുകയും ചെയ്തത് കമാൽ പാഷയാണ് എന്നതുകൊണ്ടാണ് കമാൽ പാഷയെ അത്താതുർക്ക്, തുർക്കിയുടെ പിതാവ് എന്ന് തുർക്കിക്കാർ തന്നെ വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു സാഹചര്യം കൂടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാൻ. കാരണം കമാൽ പാഷയെ സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കുന്നത് ഖിലാഫത്തിന്റെ പതനത്തിന് കാരണക്കാരനാണ്, ഇസ്ലാമിക ചിഹ്നങ്ങളെ എതിർക്കുന്ന ആളാണ്. ഇതൊക്കെയാണെങ്കിൽ പോലും തുർക്കിയിൽ കമാൽ പാഷ വീരേതിഹാസമായിരുന്നു. കമാൽ പാഷ ഹീറോ, വീരപുരുഷനായിരുന്നു. ആ ഒരു സാഹചര്യത്തിലും കൂടിയാണ് ഈ പറയുന്ന സമകാലിക ആ ഒരു കാലിക സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് ബ്രിട്ടീഷ് വിരുദ്ധ നിലപാട് ശക്തമാവുകയും സ്വാഭാവികമായും ഇന്ത്യയിൽ തന്നെ ഇന്റർനാഷണൽ കോൺഗ്രസ് ഒക്കെ ഉയർന്നു വരികയും ഇന്ത്യയിൽ തന്നെ ബ്രിട്ടീഷ് വിരുദ്ധ നിലപാട് ശക്തമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് അവിടെ ബ്രിട്ടന്റെ ശക്തമായ ഒരു വെല്ലുവിളി, ഭീഷണി ഈ പറയുന്ന ഉസ്മാനിയ ഖിലാഫത്തിന്റെ പ്രദേശത്ത് നേരിടുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ശക്തമായി ഉടലെടുക്കുന്നത് തന്നെ. ബോംബെയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത് സ്ഥാപിക്കുന്നത്. ആദ്യത്തെ ഖിലാഫത്ത് കമ്മിറ്റി അവിടെയാണ് ഉണ്ടാവുന്നത്. പിന്നീട് അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ സംഭവം നമ്മുടെ കേരളത്തിലേക്കും ഉണ്ടാവുന്നത്. 1920 തന്നെ 1920 അതായത് 1919 അവിടെ ഉണ്ടായി. മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, അതുപോലെ അജ്മൽ ഖാൻ അടക്കമുള്ള, ഡോക്ടർ അൻസാരി അടക്കമുള്ള മുസ്ലിം നിരയുടെ നേതൃത്വത്തിലാണ് ഈ പറയുന്ന ഖിലാഫത്ത് മൂവ്മെന്റ് ശക്തമാവുന്നത്. അതേ കാലഘട്ടത്തിൽ തന്നെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം നമ്മുടെ ഈ കേരളത്തിൽ മലബാറിൽ 1920 ജൂലൈയിൽ ആദ്യത്തെ ഖിലാഫത്ത് കമ്മിറ്റി ഉണ്ടാവുന്നു. 1921 ജൂൺ 30 കൂടി ആവുമ്പോൾ കേരളത്തിൽ ഒട്ടാകെ, പ്രത്യേകിച്ച് മലബാർ കേന്ദ്രീകരിച്ച് 200ഓളം ഖിലാഫത്ത് കമ്മിറ്റികൾ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. വളരെ ചുരുങ്ങിയ കാലത്തിനിടയിൽ ഖിലാഫത്തിന്റെ ആ അവബോധം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി, ഖിലാഫത്തിനെതിരെ പോരാടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഏകദേശം ഈ പറയുന്ന 1920 ജൂലൈ മുതൽ 1921 ജൂൺ വരെയുള്ള കാലഘട്ടങ്ങളിൽ 200ഓളം ഖിലാഫത്ത് കമ്മിറ്റി രൂപപ്പെടുക എന്ന് വെച്ചാൽ അത്രത്തോളം സ്വാധീനം, ഈ വിഷയത്തിന്റെ സ്വാധീനം കേരളീയ അല്ലെങ്കിൽ മലബാർ മുസ്ലിങ്ങൾക്കിടയിൽ ശക്തമായി എന്നതിന്റെ അടയാളമാണ്. എന്തായിരുന്നു ഖിലാഫത്ത് കമ്മിറ്റിയുടെ അല്ലെങ്കിൽ ഖിലാഫത്ത് മൂവ്മെന്റിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ? അതും കൂടി നമ്മൾ അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇതിന്റെ എയിമായിട്ട് അവർ പ്രധാനമായും മുന്നോട്ട് വെച്ചിരുന്നത് ഒന്നാമത്തത് ഖിലാഫത്തിനെ സംരക്ഷിക്കുക. ഖിലാഫ് തകർന്നുകൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിന്റെ ഭീഷണി നേരിടുന്ന, ഗ്രീക്കുകാരുടെ ഭീഷണി നേരിടുന്ന, അതുപോലെ തന്നെ അയൽപ്പക്ക രാഷ്ട്രങ്ങളുടെ ഭീഷണി നേരിടുന്ന ഖിലാഫത്തിനെ, ആ ഇസ്ലാമിക ആധിപത്യത്തെ സംരക്ഷിക്കുക എന്നാണ് ഒന്നാമത്തെ ലക്ഷ്യം. അതിനെ സംരക്ഷിക്കുകയും അതിനെ അത് നിലനിർത്തുകയും ചെയ്യുക എന്നത് രണ്ടാമത്തതായിരുന്നു. അതുപോലെ തന്നെ സ്വാഭാവികമായും ഇസ്ലാമിക പ്രദേശങ്ങൾ
നഷ്ടപ്പെടുന്നതോടുകൂടി സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇസ്ലാമിന്റെ ലോകത്ത് ഏറ്റവും കൂടുതൽ പരിപാവനമായി കൽപ്പിക്കപ്പെടുന്ന പുണ്യപ്രദേശങ്ങളെ സംരക്ഷിച്ചു നിർത്തുക, മസ്ജിദുൽ അഖ്സ അടക്കം. എന്തുകൊണ്ടാണ് മസ്ജിദുൽ അഖ്സ ഇതിനെ ചേർത്ത് പറയുന്നത്? കാരണം മസ്ജിദുൽ അഖ്സ പുണ്യപ്രദേശമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. മക്കയും മദീനയും ഫലസ്തീനും അടക്കമുള്ള പ്രദേശങ്ങളെ, അതിന്റെ പരിപൂർണതയെ, അതിന്റെ പരിപാവനതയെ, അതിന്റെ പരിശുദ്ധതയെ അതേപോലെ സംരക്ഷിച്ചു നിർത്തുക, മുസ്ലിങ്ങളുടെ കീഴിൽ തന്നെ നിലനിർത്തുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം അതിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ ഒരു മസ്ജിദുൽ അഖ്സയുടെ ചർച്ച ഏകദേശം നമ്മളെ കൊണ്ടുപോകുന്നത് അറബ് മാൻഡേറ്റുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഈ അറബ് ലോകം അവര് ഇസ്ലാമിക ലോകത്തെ ഖിലാഫത്തിൽ നിന്ന് വേറിട്ട് കൊണ്ട് മറ്റൊരു ദിശയിൽ ചർച്ച ചെയ്യാൻ പോകുമ്പോൾ അവിടുത്തെ അധിനിവേശ ശക്തികളുമായി നടത്തുന്ന രഹസ്യമായും പരസ്യമായിട്ടുമുള്ള ചർച്ചകളുടെ ഫലമായി ഫലസ്തീൻ അടക്കമുള്ള ഇറാഖ്, ലിബിയ, അതുപോലെ തന്നെ ജോർദാൻ, ഈ അടക്കമുള്ള നല്ലൊരു ശതമാനം പ്രദേശങ്ങൾ ഈ പറയുന്ന ഇറ്റലി, ഫ്രാൻസ്, അതുപോലെ തന്നെ ഇറ്റലി, ഫ്രാൻസ്, ബ്രിട്ടൻ രാഷ്ട്രങ്ങളുടെ കയ്യിലേക്ക് നഷ്ടപ്പെടുകയുണ്ടായി. ആ ഒരു സാഹചര്യത്തിലാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 1915-16 മക്നോഹൻ, ഷെരീഫ് ഹുസൈൻ രഹസ്യ ചർച്ച ഉണ്ടാവുന്നതും ആ ഒരു കാലഘട്ടത്തിൽ അത് ഈ പറയുന്ന അറേബ്യൻ പ്രദേശത്തെ വിഘടിച്ചുകൊണ്ട് ബാക്കിയുള്ള പ്രദേശങ്ങൾ അവിടെ ഉണ്ടാവുകയും ഷെരീഫ് ഹുസൈനെ അവിടുത്തെ രാജാവായി പ്രഖ്യാപിക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞുള്ള ചർച്ചകൾ ഉണ്ടാവുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ്. എന്നാൽ ഈ പറയുന്ന ഒരു സൈഡിൽ ബ്രിട്ടീഷ് ഇമ്പീരിയലിസം ഷെരീഫ് ഹുസൈനെ കിങ്ങായി പ്രഖ്യാപിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുക, അതേസമയം തന്നെ ഷെരീഫ് ഹുസൈനെ ആക്രമിക്കാൻ അബ്ദുൽ അസീസ് ബിൻ സൗദിനെ സൈനികമായി ഷേക്സ്പിയർ എന്ന് പറയുന്ന ഏജന്റിനെ ഉപയോഗിച്ചുകൊണ്ട് സഹായിക്കുകയും ചെയ്യുക. ഒരേ സമയം തന്നെ ഷെരീഫ് ഹുസൈന്റെ അടുത്ത് ലോറൻസ് ഓഫ് അറേബ്യ എന്ന് പറയുന്ന ഒരു ഏജന്റും, അതുപോലെ തന്നെ കിങ് അബ്ദുൽ അസീസ് ബിൻ സൗദിന്റെ അടുത്ത് ഷേക്സ്പിയർ എന്ന് പറയുന്ന മറ്റൊരു ഏജന്റെയും അയച്ചുകൊണ്ട് ഡിവൈഡ് ആൻഡ് റൂൾ നടത്തിയ ഒരു ചരിത്രം ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിനുണ്ട്. ഈ പറയുന്ന വാഗ്ദാനം കൊടുക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ബ്രിട്ടീഷ് മാൻഡേറ്റ് ബാൽഫർ ഡിക്ലറേഷൻ പ്രഖ്യാപിക്കുന്നത്. 1917 ബാൽഫർ ഡിക്ലറേഷൻ പ്രഖ്യാപിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധമായ സ്ഥലത്തിന്റെ പ്രധാന ഭാഗമായ ഫലസ്തീനിൽ യഹൂദർക്ക്, ഇസ്രായേലികൾക്ക് അവർക്കൊരു സ്റ്റേറ്റ് സ്ഥാപിക്കും എന്ന് പറയുന്ന വാഗ്ദാനം ഉറപ്പ് നൽകുന്നത് ഈ ബാൽഫർ ഡിക്ലറേഷനും കൂടിയാണ്. ഇതെല്ലാം ഈ പറയുന്ന ഉസ്മാനിയ ഖിലാഫത്തിന്റെ പതനത്തിലേക്ക് നയിക്കുന്ന കാരണമാണ്. അതുകൊണ്ടും കൂടിയാണ് പരിപാവനമായ സ്ഥലങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുന്ന ലക്ഷ്യവും കൂടി ഇവർ മുന്നിൽ വെച്ചിരുന്നത്. അതുപോലെ തന്നെ നാലാമത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു ഉസ്മാനിയ ഖിലാഫത്തിന്റെ യൂണിറ്റി, ആ ഐക്യം അതുപോലെ നിലനിർത്താൻ പരിശ്രമിക്കുക എന്ന് പറയുന്നത്. എന്നാൽ ഈ പറയുന്ന ലക്ഷ്യങ്ങളൊക്കെയും ആയിരുന്നെങ്കിൽ പോലും പ്രാദേശികമായി ഇതൊന്നും വിജയിക്കുന്നതുമായിരുന്നില്ല. കാരണം അവിടെ ഫ്രഞ്ച്, ഇറ്റാലിയൻ, അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇമ്പീരിയലിസ്റ്റ് ശക്തികൾ അറബ് നാടുകളിലെ പിച്ചുകീറി സ്വന്തമായി എടുത്തിരിക്കുന്ന ഒരു സാഹചര്യവും കൂടി അന്ന് നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്താണെങ്കിൽ തന്നെയും ഈ പറയുന്ന ഒരു ഇസ്ലാമിക ആവേശവും വികാരവും ഈ ചർച്ചയിൽ ഉണ്ടാവുകയും ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഇമ്പീരിയലിസ്റ്റ് വിരുദ്ധ നിലപാടുണ്ടാവുകയും ചെയ്തതോടുകൂടി ഖിലാഫത്ത് കമ്മിറ്റികളുടെ ഖിലാഫത്തിനെ കുറിച്ചുള്ള ബോധവും അതുപോലെ തന്നെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ദേശീയ പ്രസ്ഥാനവും ഒന്നിച്ചു ചേരുകയും അവിടെ ഒന്നിച്ചു വന്ന് ഒരേ സമയം തന്നെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന്റെ പ്രധാന ഭാഗമായി തീരുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാ മതസ്ഥരും ഒരുപോലെ ഈ പറയുന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന്റെ പങ്കാളിയായി മാറ്റാൻ ഈ പറയുന്ന ഖിലാഫത്ത് മൂവ്മെന്റിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഗാന്ധി പോലും ഈ ഒരു കാര്യത്തിന് ഉപയോഗിക്കുകയും ചെയ്തത്. അങ്ങനെ ഈ ഒരു പശ്ചാത്തലത്തിലാണ് കേരളത്തില് ഈ പ്രസ്ഥാനത്തിന്റെ വ്യാപനം ഉണ്ടാവുകയും ആ വ്യാപനത്തിന് ശേഷം 1920 ഓഗസ്റ്റില് ഗാന്ധിയും അബുൽ കലാം ആസാദും അടക്കമുള്ള ദേശീയ നേതൃത്വം, ഖിലാഫത്ത് കമ്മിറ്റിയുടെ പേരിൽ തന്നെയുള്ള ദേശീയ നേതൃത്വം കാലിക്കറ്റ്, കോഴിക്കോട് ബീച്ചിൽ ഒരുമിച്ച് കൂടുകയും 20,000-ഓളം ആൾക്കാർ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഈ പരിപാടിയിൽ തന്നെ പങ്കെടുക്കുകയും ആ പരിപാടിയിൽ തന്നെ ക്യാഷ്
സ്വരൂപിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഖിലാഫത്തിന് വേണ്ടി ഉസ്മാനിയ ഖിലാഫത്തിലേക്ക് അയച്ചു കൊടുക്കുവാനും ഈ പ്രവർത്തനത്തിന് വേണ്ടി 20,000 രൂപ, അന്നത്തെ 20,000 രൂപ അവർ കളക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ആ ഒരു മീറ്റിംഗിൽ തന്നെ മൗലാന ഷൗക്കത്ത് അലിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രസംഗമുണ്ട്. അദ്ദേഹം പറയണത് ഇത് ഈ പറയുന്ന സമരം ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും പ്രധാന ശത്രുവായ ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിന് എതിരെയുള്ള ശത്രുവാണ്. അതില് നമ്മൾ ശക്തരായി നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. എത്രത്തോളം കാലം നമുക്ക് ശക്തിയുണ്ടോ ആ കാലത്തോളം ബ്രിട്ടീഷ് വിരുദ്ധ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും അവരോട് യുദ്ധം ചെയ്യുകയും തന്നെ വേണം. അതിന്റെ കൂടെ തന്നെ ദുർബലരാണെങ്കിൽ ഇവിടുന്ന് ഹിജ്റ ചെയ്യേണ്ട ആവശ്യവും കൂടി വന്നു ചേരും എന്ന് മൗലാന ഷൗക്കത്ത് അലി ആ ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്. ഇതേ കാലഘട്ടത്തിൽ തന്നെ കാലിക്കറ്റിലെ ഈ യോഗം കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള കോഴിക്കോടൻ മുസ്ലിങ്ങൾ എല്ലാവരും, പ്രത്യേകിച്ച് മലബാർ മുസ്ലിങ്ങൾ എല്ലാവരും അവരുടെ സക്കാത്തിന്റെയും നബിദിനത്തിന്റെയും പെരുന്നാളിന്റെയും അവർ ഒരുക്കി വെച്ചിരുന്ന സാമ്പത്തിക കാര്യങ്ങളെല്ലാം ഉസ്മാനിയ ഖിലാഫത്തിലേക്ക് അയച്ചു കൊടുക്കുക എന്ന് പറയുന്ന തീരുമാനവും ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ ഡോക്ടർ അൻസാരിയുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക് മിഷൻ, ഇന്ത്യൻ മിഷൻ, അതുപോലെ തന്നെ റെഡ് ക്രസന്റ് എന്ന് പറയുന്ന സന്നദ്ധ സംഘടനകൾക്ക് തങ്ങളുടെ വസ്തുക്കൾ, അതായത് കമ്മലും സ്വർണ്ണാഭരണങ്ങളും സമ്പത്ത് എന്താണോ കൊടുക്കാൻ പറ്റുന്നത് അതൊക്കെ കൊടുത്തുകൊണ്ട് ഗ്രീക്കുകാർക്കെതിരെ പോരാടുന്ന ഈ പറയുന്ന തുർക്കി അവിടുത്തെ സൈന്യത്തിന് അയച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടായിരുന്നു. അതായത് എന്തിനാണ് ഈ പറയുന്ന ബന്ധമുണ്ടാവുന്നത്? ഇതൊരു ഉസ്മാനിയ ഖിലാഫത്തിലേക്ക്, അതായത് കേരളത്തിലെ ഇങ്ങ് മലബാറിലെ ഈ പറയുന്ന സമരങ്ങൾ അങ്ങ് ദൂരെയുള്ള, അങ്ങ് വെസ്റ്റിന്റെ അടുത്തുള്ള തുർക്കിക്ക് വേണ്ടി പോരാടുക, അവിടുത്തെ ഒരു ഇസ്ലാമിക ആശയം നിലനിർത്തിക്കൊണ്ട് അതിന്റെ പേരിൽ അതിനെ ഉസ്മാനിയ ഖിലാഫത്തിനെ തകർക്കാനും അതുപോലെ തന്നെ അറ്റാക്ക് ചെയ്യാനും തയ്യാറെടുക്കുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ ഇങ്ങ് കേരളത്തിൽ ഇരുന്നു കൊണ്ട് പൊരുതുക എന്ന് പറയുന്ന ഒരു വീക്ഷണമാണ് ഈ സംഭവങ്ങളിലൂടെയെല്ലാം കേരളീയ മുസ്ലിങ്ങൾ കാണിച്ചു വെച്ചത് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ കൂടെ തന്നെ നിരവധി പബ്ലിക്കേഷൻസ്, ഒരുപാട് ലേഖകൾ, പ്രത്യേകിച്ച് ആ ഒരു കാലഘട്ടത്തിൽ മൗലാന അബുൽ കലാം ആസാദ് അടക്കമുള്ള വിവിധ പണ്ഡിതന്മാരുടെ രചനകൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയും ഈ പറയുന്ന ഖിലാഫത്ത് കമ്മിറ്റികൾ, 200ഓളം ഖിലാഫത്ത് കമ്മിറ്റികൾ ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഈ പറയുന്ന കമ്മിറ്റികളിലേക്ക് ഇത് വിതരണം ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന പോരാട്ടത്തിന് ഫത്വകൾ അടക്കമുള്ള മതവിധികൾ അത്രത്തോളം രൂഢമൂലമായ കാര്യങ്ങൾ വരെയും മുസ്ലിങ്ങൾക്കിടയിൽ, മലബാറികൾക്കിടയിൽ വ്യാപിച്ചിരുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പറയുന്ന ഉറുദുവിലുള്ള നിരവധി പ്രമേയങ്ങൾ, ഇവർക്കെതിരെ പോരാടുന്ന നിരവധി പ്രമേയങ്ങൾ ഇതിന്റെ കൂടെ വിതരണം ചെയ്യപ്പെട്ടിരുന്നു. 500ഓളം പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ മുത്തഫിഖ എന്ന് പറയുന്ന ആ ഒരു ഫത്വകളുടെ കളക്ഷൻ മുസ്ലിം ലോകത്ത് കൂടുതൽ ഈ മലബാർ പ്രദേശങ്ങളിലേക്ക് അവർ വിതരണം ചെയ്യാൻ തയ്യാറായി എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇതിൽ തന്നെ നുസ്രത്തുൽ ഇസ്ലാം, തറാമയെ ഖിലാഫത്ത്, ദർദെ ഖിലാഫത്ത് എന്നൊക്കെ അറിയപ്പെടുന്ന നിരവധി പാംപ്ലെറ്റുകൾ, ലഘുലേഖകളും ഫത്വകളും ഈ മലബാർ പ്രദേശങ്ങളിൽ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. മറ്റൊരു പ്രധാനപ്പെട്ട വർക്കാണ് അബുൽ കലാം ആസാദിന്റെ മുഹിമ്മാത്തുൽ മുഅ്മിനീൻ എന്ന് പറയുന്ന ഗ്രന്ഥം. ആമിനുമാന്റെ അകത്ത് പരീക്കുട്ടി മുസ്ലിയാർ എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രമുഖനായ ഒരു പണ്ഡിതനാണ് ഈ ബുക്ക് ഉറുദുവിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഈ രചനയിൽ അബുൽ കലാം ആസാദിന്റെ ഫത്വകളാണ് പ്രധാനമായും ഇതിലുള്ളത്. അതിൽ അദ്ദേഹം പറയുന്നത് ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും തന്നെ പ്രധാനപ്പെട്ട ശത്രുവാണ് ബ്രിട്ടീഷുകാർ. അതുകൊണ്ട് ഇവരെ ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നോ അവരൊക്കെ അധർമ്മികളാണ്. അതിന്റെ കൂടെ ഉസ്മാനിയ ഖിലാഫത്ത് യഥാർത്ഥ ഇസ്ലാമിക ഖിലാഫത്തിന്റെ പിന്തുടർച്ച അവകാശപ്പെടുന്ന ഒരു വിഭാഗമാണ്. അതിനെ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനെ ആരൊക്കെ എതിർക്കുന്നുവോ യഥാർത്ഥത്തിൽ ശത്രുക്കളെ സഹായിക്കുന്നവരാണ് അവരെന്ന് അബുൽ കലാം ആസാദ് ഈ പറയുന്ന അബുൽ കലാം ആസാദിന്റെ
ഈ മുഹിമ്മാത്തുൽ മുഅ്മിനീൻ എന്ന് പറയുന്ന ബുക്കിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ അന്നത്തെ മുസ്ലിങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏകദേശം 1912 തന്നെ 12-14 കാലഘട്ടത്തിൽ തന്നെ കേരളത്തിലെ മുസ്ലിങ്ങള് പള്ളികളിൽ 40ഓളം 1912 അത് സംഭവിക്കുന്നത്. 40ഓളം ദിവസം പെരിന്തൽമണ്ണ പള്ളിയിൽ വെച്ചുകൊണ്ട് ഖിലാഫത്തിന്റെ വിക്ടറിക്ക് വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെയും അതുപോലെ തന്നെ ഗ്രീക്ക് ബാക്കിയുള്ള ശക്തികൾക്കെതിരെയും പോരാടുന്ന ഉസ്മാനിയ ഖിലാഫത്തിന്റെ സൈന്യത്തിന്റെ വിജയത്തിന് വേണ്ടി 40ഓളം ദിവസം പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു ചരിത്ര സംഭവം കൂടി നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിന്റെ കൂടെ തന്നെ 1920കളിൽ തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ വലിയൊരു ചർച്ച ഉണ്ടായത് ഈ മുസ്തഫ കമാൽ പാഷയ്ക്ക് വളരെ രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മുസ്തഫ കമാൽ പാഷയ്ക്ക് ഒരു വാളും ഒരു വിമാനവും കൂടി വാങ്ങി ഗിഫ്റ്റായി കൊടുക്കുവാൻ, അതായത് ഗാസി അൽ ഇസ്ലാമിന്റെ ഖിലാഫത്ത് സൈന്യത്തിന്റെ നേതാവായ കമാൽ പാഷയ്ക്ക് സമ്മാനമായിട്ട് വാളും വിമാനവും കൂടി നൽകാനുള്ള തയ്യാറെടുപ്പുകൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായി എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇതൊക്കെ പറയുമ്പോഴും ഈ സംഭവങ്ങളൊക്കെ പറയുമ്പോഴും നമ്മൾ പ്രധാനമായും മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു വസ്തുത, യഥാർത്ഥത്തിൽ ഉസ്മാനിയ ഖിലാഫത്ത് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനോട് കേരളീയ മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ നിലപാടായിരുന്നു എന്ന് നമ്മൾ കരുതേണ്ടതില്ല. കാരണം ബ്രിട്ടീഷ് അനുകൂല പണ്ഡിതന്മാർ എന്നും ഉണ്ടായിരുന്നു. നമുക്കറിയാം, എല്ലാ കാലത്തും മുസ്ലിം ഒരേ വീക്ഷണക്കാർ പുലർത്തുന്നവരല്ല. അത് മാത്രമല്ല, അധികാരികളോട് ഒട്ടി നിൽക്കുന്ന ആ പോരാട്ടങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴും പോരാട്ടങ്ങളെ നിരസിക്കുന്ന മർദ്ദകരായ അധികാരികളെ സഹായിക്കുകയും പ്രത്യക്ഷമായും പരോക്ഷമായും സഹായിക്കുകയും ചെയ്യുന്ന ധാരാളം പണ്ഡിതന്മാർ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, അന്നും ഉണ്ടായിരുന്നു എന്നുള്ള ഒരുപാട് സംഭവങ്ങളും നമുക്ക് ഇതുമായി ചേർത്ത് വായിക്കാൻ കഴിയും. 1914 കോഴിക്കോട് ഹിദായത്ത് സഭ ഹാളിൽ വെച്ച് സുപ്രധാനമായ ഒരു മീറ്റിംഗ് കൂടുകയുണ്ടായി. ആ മീറ്റിംഗില് ആ ഒരു മീറ്റിംഗിൽ സംഭവിച്ചത് ഒരു കത്തെഴുതുകാൻ തീരുമാനിച്ചു. അതായത് കുറച്ച് ബ്രിട്ടീഷ് അനുകൂല പണ്ഡിതന്മാരുടെ മീറ്റിംഗ് ആയിരുന്നു ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്നത്. ആ മീറ്റിംഗില് ഉസ്മാനിയ ഖിലാഫയ്ക്ക് ഒരു കത്തെഴുതി ആ കത്തിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് ബ്രിട്ടീഷ് വിരുദ്ധ നിലപാട് നിർത്തുകയും ബ്രിട്ടീഷിനോട് നിങ്ങൾ പോരാടാൻ പാടില്ല എന്ന് കൽപ്പിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്ന കത്തായിരുന്നു അന്ന് ചെയ്തത്. അത് മാത്രമല്ല, ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളോടും ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു കത്തായിരുന്നു. പള്ളികളിൽ പ്രാർത്ഥന നടത്തണമെന്ന് പറയുന്ന ഒരു കത്തും കൂടിയായിരുന്നു ആ കത്തും. അത് മാത്രമല്ല, വേറെയും ചില ഫത്വകളുടെ തന്നെ കളക്ഷൻ ഈ കാലത്ത് പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായിരുന്നു. 1921 സെപ്റ്റംബർ 22 കാലഘട്ടത്തിൽ പൊന്നാനിയിൽ തട്ടാങ്കര കുട്ടിയാമ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ബ്രിട്ടീഷ് അനുകൂല പണ്ഡിതന്മാർ മഹക്കുൽ ഖലാഫ് അലാ ഇസ്മിൽ ഖിലാഫ, അതായത് ഖിലാഫത്തിനെ കുറിച്ചുള്ള ശരിയായ വസ്തുത എന്ന രീതിയിൽ ഒരു ഫത്വകളുടെ കളക്ഷൻ തന്നെ എഴുതി ഉണ്ടാക്കി പബ്ലിഷ് ചെയ്തിരുന്നു അവർ. ആ ഫത്വകൾ അവർ പ്രധാനമായി പറഞ്ഞിരുന്നത് ബ്രിട്ടീഷ് അധികാരികളെ, ബ്രിട്ടീഷ് ഈ ഭരണകൂടത്തെ അംഗീകരിക്കേണ്ടതും അതുപോലെ തന്നെ അനുസരിക്കേണ്ടതും അത്യാവശ്യമാണ്, മാൻഡേറ്ററി ആണ് എന്ന രീതിയിലായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട ഒരു വസ്തുത. രണ്ടാമത് അതിൽ പറഞ്ഞിരുന്നത് 200ഓളം വർഷങ്ങളായി ഇന്ത്യയെ ഭരിക്കുന്ന ഈ ബ്രിട്ടീഷുകാർ ഇതുവരെ ഈ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് ഉപദ്രവമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, മുസ്ലിങ്ങളുടെ ആരാധന ജീവിത കാര്യങ്ങളിൽ അവർ ഇടപെട്ടിട്ടില്ല. ഇനി ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ചു വരികയാണെങ്കിൽ അവരെ തടഞ്ഞിട്ടുമില്ല. ഇനി ആരെങ്കിലും ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ അതിനെതിരെ പ്രശ്നമുണ്ടാക്കുമ്പോൾ ബ്രിട്ടീഷ് ഇമ്പീരിയലിസം മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്നത് വൻപാപങ്ങളിൽ ഒന്നായിട്ട് എണ്ണണം എന്ന് പറയുന്ന പ്രമേയമാണ് ഈ മഹക്കുൽ ഖലാഫ് അലാ ഇസ്മുൽ ഖിലാഫ എന്ന് പറഞ്ഞ പേരിൽ തട്ടാങ്കര കുട്ടിയാമ മുസ്ലിയാരുടെയും കൂട്ടരുടെയും ഈ പബ്ലിക്കേഷനിൽ പ്രധാനമായി പറഞ്ഞിരുന്നത്. യഥാർത്ഥത്തിൽ അന്ന് തന്നെ ഇതിന്റെ റെഫ്യൂട്ടേഷൻ ഉണ്ടായിട്ടുണ്ട്. അതായത് KM മൗലവിയുടെയും മൊയ്തും മൗലവിയുടെയും നേതൃത്വത്തിൽ ദഅവത്തുൽ ഹഖ്
എന്ന പേരിൽ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ രചനയ്ക്കെതിരെ മറുപടി ഉണ്ടായി. അത് അറബിയിലും അറബി മലയാളത്തിലും ഒരുപോലെ തന്നെ, എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്കിടയിൽ സ്വാധീനം ആ കൃതിക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് ഉദ്ദേശിച്ചു കൊണ്ട് തന്നെ ഈ പണ്ഡിതന്മാർ മലയാളത്തിലും അറബി മലയാളത്തിലും ഒരുപോലെ തന്നെ ഖണ്ഡനം എഴുതിയ സംഭവം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ വേറെയും സംഭവം ഉണ്ടാകും. കെ അബ്ദുള്ള കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന മറ്റൊരു പണ്ഡിതൻ, മറ്റൊരു ബ്രിട്ടീഷ് അനുകൂല പണ്ഡിതന്റെ നാദുറുൽ മസൂമി ഇലാ മാനൽ ഖിലാഫ കമാഹിയൽ മഷൂരി എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. അതായത് ഖിലാഫത്തിന്റെ ശരിയായ അർത്ഥം അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്രന്ഥം എന്ന രീതിയിൽ ഒരു ബുക്ക് എഴുതുകയും ആ ബുക്കിൽ ഒരുപക്ഷെ കേരളത്തിലെ പണ്ഡിതന്മാർ പൊതുവെ പറയാത്തൊരു വർത്തമാനം അദ്ദേഹം പറയുകയും ചെയ്തു. ആ ബുക്കിൽ അദ്ദേഹം പറഞ്ഞത് ഉസ്മാനിയ ഖിലാഫത്ത് എന്ന് പറയുന്നത് ഒരു ഖിലാഫത്തായി പരിഗണിക്കാൻ പാടില്ല, അതൊരു രാജഭരണം മാത്രമാണ്. അതുകൊണ്ട് ആ ഖിലാഫത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് യാതൊരു അപകടവും സംഭവിക്കുകയില്ല. അതുകൊണ്ട് അതിനെതിരെ അതിനു വേണ്ടി പോരാടേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് പറഞ്ഞ പേരിലാണ് ഈ പറഞ്ഞ രചനയും ഉണ്ടായത്. ഇങ്ങനെ മുസ്ലിങ്ങൾക്കിടയിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിങ്ങൾക്കിടയിൽ അനുകൂലവുമായും പ്രതികൂലവുമായ കാലഘട്ടം ഉണ്ടായിരുന്ന ഒരു സാഹചര്യവും കൂടിയായിരുന്നു അന്ന്. അതിൽ ബ്രിട്ടീഷ് അനുകൂല നിലപാട് സ്വീകരിച്ച ഒരു പണ്ഡിതന്മാരുണ്ടാവുകയും സ്വാഭാവികമായും ഭൂരിപക്ഷം മലബാർ മുസ്ലിങ്ങളും കേരളീയ മുസ്ലിങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന പണ്ഡിതന്മാരുമെല്ലാം ഈ പറയുന്ന വാദങ്ങളെ, ബ്രിട്ടീഷ് അനുകൂല വാദങ്ങളെ തള്ളിക്കളയുകയും ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഈ പറയുന്ന പോരാട്ടത്തിന് തയ്യാറെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത. ഇതിന്റെ കൂടെ ചേർത്ത് പറയേണ്ടത് ഉസ്മാനിയ ഖിലാഫത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ആശയപരമായും മതപരമായ ത്യാഗസന്നദ്ധ തെളിയിച്ചത് യഥാർത്ഥത്തിൽ മലബാർ മുസ്ലിങ്ങൾ മാത്രമല്ല എന്നും കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു വസ്തുതയാണ്. കാരണം മലബാർ മുസ്ലിങ്ങൾക്കപ്പുറം ഈ പറയുന്ന സമരങ്ങളിൽ മലബാർ മുസ്ലിങ്ങളുടെ കൂടെ തന്നെ സൗത്ത് കേരള മുസ്ലിങ്ങൾ, ദക്ഷിണ കേരള മുസ്ലിങ്ങളും കൂടി ഈ ഒരു സമരങ്ങൾക്ക് ഒരേപോലെ പങ്കുവഹിച്ചു എന്നുള്ളതും നമ്മൾ ചേർത്ത് പറയേണ്ടത് അനിവാര്യമാണ്. സാധാരണ ഇന്ത്യൻ മുസ്ലിം ഹിസ്റ്ററിയിൽ, അത് കേരളീയ ഹിസ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ മലബാർ ഹിസ്റ്ററിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്ന, അതുപോലെ തന്നെ ഖിലാഫത്ത് സമരത്തെ കുറിച്ച് പറയുമ്പോൾ മലബാർ ഖിലാഫത്ത് സമരത്തെ കുറിച്ച് മാത്രം പ്രതിപാദിക്കുന്ന ഒരു പശ്ചാത്തലവും കൂടിയുണ്ട്. ഇതിൽ നിന്ന് പ്രധാനമായി നമുക്ക് ഉണ്ടാവുന്ന കേരളീയ മുസ്ലിങ്ങൾക്കും അല്ലെങ്കിൽ പൊതുവായ മുസ്ലിം സമൂഹത്തിനും ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു സംശയം, ഒരു അബദ്ധധാരണ, തെക്കൻ കേരള മുസ്ലിങ്ങളുടെ ഈ ഒരു കാര്യത്തിൽ പാർട്ടിസിപ്പേഷനെ, പങ്കാളിത്തത്തെ സംശയിക്കുകയും അവരെ ഒഴിച്ചുവിടുകയും ചെയ്യുന്ന ഒരു പ്രവണത കേരളീയ മുസ്ലിം ചരിത്ര വിശദീകരണങ്ങൾക്കിടയിൽ സംഭവിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇതേ കാലഘട്ടത്തിൽ തന്നെ സൗത്ത് കേരള, തെക്കൻ കേരള മുസ്ലിങ്ങൾക്കിടയിലും ബ്രിട്ടീഷ് വിരുദ്ധ സമീപനം ശക്തമാവുകയും അതുപോലെ തന്നെ ഉസ്മാനിയ ഖിലാഫത്തിന്റെ അവകാശവാദങ്ങൾക്ക് വേണ്ടി ഉസ്മാനിയ ഖിലാഫത്തിന്റെ വിവരങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നിരവധി പബ്ലിക്കേഷൻസ് തെക്കൻ കേരള മുസ്ലിങ്ങൾ നടത്തിയതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇത് പ്രത്യേകം എടുത്തു പറയുന്നത് സൗത്ത് കേരള മുസ്ലിങ്ങളും മലബാർ മുസ്ലിം തമ്മിലുള്ള ഒരു വ്യത്യാസം, മലബാർ മുസ്ലിങ്ങൾ ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും ഇവരുടെ ബുദ്ധി കൊണ്ടും ഒരേ സമയം തന്നെ ഖിലാഫത്ത് മൂവ്മെന്റിന് വേണ്ടി അവർ പ്രവർത്തിച്ചിരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ തെക്കൻ കേരള മുസ്ലിങ്ങൾ അവർ പ്രധാനമായും ചെയ്തിരുന്നത് ബുദ്ധിപരമായ സമീപനമായിരുന്നു. പ്രത്യേകിച്ച് പബ്ലിക്കേഷൻ ഉണ്ടാക്കുകയും പത്രങ്ങളിലൂടെയും സായാഹ്ന പത്രങ്ങളിലൂടെയും മാഗസിനിലൂടെയും ചെറിയ ചെറിയ ലഘുലേഖകളിലൂടെയും ഉസ്മാനിയ ഖിലാഫത്തിന്റെ വിവരങ്ങൾ തെക്കൻ കേരള മുസ്ലിങ്ങളിലേക്കും, പ്രത്യേകിച്ച് തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, ഈ പറയുന്ന തിരുവനന്തപുരം അടക്കമുള്ള ഭാഗങ്ങളിലേക്കും വിവിധ പ്രദേശങ്ങളിലായി വിവിധ കാലഘട്ടങ്ങളിലായി പബ്ലിക്കേഷൻ ഇറക്കിയിരുന്നു എന്നും കൂടി നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഈ പബ്ലിക്കേഷനിൽ കൂടി നമുക്ക് മനസ്സിലാവുന്ന പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ മുസ്ലിങ്ങൾ എല്ലാവരും ഒരുപോലെ ബ്രിട്ടീഷ് വിരുദ്ധ സമീപനം സ്വീകരിക്കുകയും ഉസ്മാനിയ ഖിലാഫത്തിന്റെ ഒരുപോലെ നിലനിർത്താൻ ശ്രമിക്കുകയും അതിനുവേണ്ടി പോരാടുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1899 തന്നെ
1899, അതായത് ഈ പറയുന്ന സംഭവങ്ങൾക്കൊക്കെ മുമ്പേ തന്നെ ഏകദേശം തിരൂർ കേന്ദ്രീകരിച്ച് ഞാൻ പബ്ലിക്കേഷന്റെ ഒരു കഥ പറയുകയാണ്. അതായത് ശാരീരികമായ രാഷ്ട്രീയപരമായ പോരാട്ടങ്ങൾക്കൊപ്പം തന്നെ സാംസ്കാരികമായ വൈജ്ഞാനികമായ ബുദ്ധിപരമായ പോരാട്ടങ്ങളും കേരള മുസ്ലിങ്ങൾ ഉസ്മാനിയ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട് ആ ഒരു ഗ്ലോബൽ റീച്ചിനെ കണക്ട് ചെയ്തു എന്നുള്ളതിന്റെ ഉദാഹരണങ്ങളാണ് ഈ പറയുന്ന പബ്ലിക്കേഷൻസ്. ഈ പറഞ്ഞതുപോലെ 1899 കാലഘട്ടങ്ങളിൽ തിരൂർ കേന്ദ്രീകരിച്ചിട്ട് സൊലാഹുൽ ഇഖ്വാൻ എന്ന് പറയുന്ന സി സൈദാലിക്കുട്ടി മാസ്റ്ററിന്റെ നേതൃത്വത്തിൽ ഉസ്മാനിയ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട സകല വിവരങ്ങളും, അതുപോലെ തന്നെ തുർക്കിയുമായി ബന്ധപ്പെട്ടതും ഗ്രീക്കുമായി ബന്ധപ്പെട്ടതും അതിനുശേഷം അവർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെ അവരെ നിത്യേന, അതായത് ജനങ്ങൾക്ക് ഇടക്കിടക്ക് എത്തിച്ചു കൊടുക്കുവാൻ ഈ പറയുന്ന സൊലാഹുൽ ഇഖ്വാന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് എത്രത്തോളം പരിശ്രമം ഉണ്ടാവണം. ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിലെ ഡൗൺ സൗത്തിലെ കേരളത്തിലെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് അങ്ങ് തുർക്കിയിലെ കാര്യങ്ങൾ അന്വേഷിച്ചറിയുന്നതും വായിച്ചറിയുകയും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ ആവേശം കാണിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് സൊലാഹുൽ ഇഖ്വാന്റെ ഈ ഒരു ബന്ധത്തിന്റെ പ്രത്യേകത. 1909 സനാഉള്ള മക്തി തങ്ങളുടെ കൊച്ചിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് സനാഉള്ള മക്തി തങ്ങൾ കൊച്ചിയിൽ നിന്നുകൊണ്ട് തുർക്കി സമാചാരം എന്ന് പറയുന്ന ഒരു പത്രിക അദ്ദേഹം തയ്യാറാക്കിയിരുന്നു. അതായത് തുർക്കിയിലെ അന്ന് നേരിടുന്ന പ്രശ്നങ്ങളെ ഈ പറയുന്ന 1909 കാലഘട്ടങ്ങളിലാണ് കൊച്ചിയിൽ ഭാഗങ്ങളിലും ഈ പറയുന്ന വായനകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം കൊച്ചിയുടെ ഒരു പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം, കൊച്ചി ഹാർബർ ഏരിയ ആണ്, അവിടെ ഈ കോസ്റ്റൽ ഏരിയ ആണ്. ഈ ഏകദേശം എല്ലാ ഇസ്ലാമിക വായനകളും, മലബാറിൽ നടക്കുന്ന എല്ലാ ഇസ്ലാമിക വായനകളും പബ്ലിക്കേഷൻസും വളരെ പെട്ടെന്ന് തെക്കൻ കേരളത്തിലേക്ക് എത്തിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു സെന്ററാണ് കൊച്ചി. ആ കൊച്ചിയിൽ നിന്നുകൊണ്ടാണ് സനാഉള്ള മക്തി തങ്ങൾ ഈ പറയുന്ന തുർക്കി സമാചാരം പബ്ലിഷ് ചെയ്യുന്നത്. ഉസ്മാനിയ ഖിലാഫത്തിലെ അന്ന് വരെ ഉണ്ടായിരുന്ന വിപ്ലവങ്ങളെ, അവർക്കിടയിൽ ഉണ്ടായിരിക്കുന്ന പരിഷ്കാരങ്ങളെ മുഴുവൻ കേരളീയ മുസ്ലിങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഈ തുർക്കി സമാചാരത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേ വർഷം തന്നെ കൊച്ചിയിൽ നിന്ന് തന്നെ വി അബ്ദു മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പണ്ഡിതൻ മലബാർ ഇസ്ലാം എന്ന് പറഞ്ഞ പേരിൽ മറ്റൊരു പത്രികയും അദ്ദേഹം പബ്ലിഷ് ചെയ്തിരുന്നു, അദ്ദേഹം പുറത്തിറക്കിക്കൊണ്ടിരുന്നു. ഇതേ വിഷയങ്ങൾ തന്നെയാണ് ഉസ്മാനിയ ഖിലാഫത്തുമായി ബന്ധപ്പെട്ടതും ലോക മുസ്ലിങ്ങളുടെ ചലനങ്ങളും ഈ പറയുന്ന മലബാർ ഇസ്ലാം എന്ന് പറയുന്ന പബ്ലിക്കേഷനിലും അദ്ദേഹം ഉൾപ്പെടുത്തിയിരുന്നു. 1920 വർക്കലയിലെ എ മുഹമ്മദ് കുഞ്ഞിക്കാക്ക എന്ന് പറയുന്ന മറ്റൊരു പണ്ഡിതൻ ഖിലാഫത്ത് പത്രിക എന്ന് പറയുന്ന പേരിൽ ഒരു പത്രിക, ഈ പറയുന്ന പബ്ലിക്കേഷൻ അദ്ദേഹം തയ്യാറാക്കിയിരുന്നു. നോക്കുക, 1920കളുടെ കാലഘട്ടത്തിലാണ്. 21 നമ്മൾ പ്രധാനപ്പെട്ട വിഷയമായ 21 മുമ്പേ തന്നെ കേരളത്തിലേക്ക് ഉസ്മാനിയ ഖിലാഫത്തും തുർക്കിയും ഗ്രീക്കും അറബ് ലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കേരളത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ തെക്കൻ കേരള മുസ്ലിങ്ങൾ പോലും തീവ്രമായ ഉത്സാഹം കാണിച്ചിരുന്നു എന്നുള്ളതാണ് ഈ പബ്ലിക്കേഷൻ തന്നെ കാണിക്കുന്നത്. ഇദ്ദേഹം തന്നെ ഈ പറയുന്ന എ മുഹമ്മദ് കുഞ്ഞിക്കാക്കയുടെ തന്നെ 1924 അൽമനാർ എന്ന് പറയുന്ന ഈ പറയുന്ന സംഭവങ്ങൾക്ക് ശേഷം അദ്ദേഹം തന്നെ മറ്റൊരു പബ്ലിക്കേഷനും ഇതേ വിഷയങ്ങൾ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ മറ്റൊരു പത്രികയും കൂടി തയ്യാറാക്കി എന്നുള്ളതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ പിന്നീട് 1930കൾക്ക് ശേഷവും തെക്കൻ കേരള മുസ്ലിങ്ങൾക്കിടയിൽ ദീപിക പോലുള്ള മാഗസിൻ, അതുപോലെ തന്നെ ആലപ്പുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ലാം ദൗത്യം എന്നതുപോലെ പേരിലും മുസ്ലിം എന്ന് പറയുന്ന പത്രികകളും തെക്കൻ കേരള ആലപ്പുഴയിൽ തന്നെ അത് പബ്ലിഷ് ചെയ്തിരുന്നു. കൊല്ലത്ത് നിന്നുകൊണ്ട് കേരള ചന്ദ്രിക എന്ന് പറഞ്ഞ പേരിൽ ഇതേ കാലഘട്ടത്തിൽ തന്നെ പബ്ലിക്കേഷൻ ഇറക്കിയിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മലബാർ മുസ്ലിങ്ങൾ ശാരീരികമായും രാഷ്ട്രീയപരമായും ഉസ്മാനിയ ഖിലാഫത്തിന് വേണ്ടി പോരാടുകയും ബ്രിട്ടീഷ് ഇമ്പീരിയലത്തോടുകൂടി പ്രത്യക്ഷമായി അക്ഷരാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്ന സാഹചര്യത്തിൽ തെക്കൻ കേരള മുസ്ലിങ്ങൾ വൈജ്ഞാനികമായും സാംസ്കാരികമായി ഇതേ പറയുന്ന വിഷയത്തിൽ ഒരുപോലെ ഇടപെട്ടിരുന്നു എന്നുള്ളതും കൂടി നമ്മൾ 1921 പശ്ചാത്തലത്തിൽ, ഈ ഗ്ലോബൽ കോണ്ടെക്സ്റ്റിന്റെ പശ്ചാത്തലത്തിൽ ആ ഒരു കോണ്ടെക്സ്റ്റ് മുന്നിൽ വെച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലേക്കാണ് 1921 കടന്നു വരികയും നമ്മുടെ വാരൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും ആലി മുസ്ലിയാറിന്റെ നേതൃത്വത്തിൽ പോരാട്ടങ്ങൾ ഉണ്ടാവുകയും ആ പോരാട്ടങ്ങളിലൂടെ ഏകദേശം നല്ലൊരു ശതമാനം ഭാഗം
ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് പിടിച്ചെടുക്കുകയും അങ്ങനെ ഒരു 6ഓളം മാസം മലയാളം രാജ്യം എന്ന് പറയുന്ന പേരിൽ അത് തങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവരികയും സ്വാഭാവികമായും ബ്രിട്ടീഷുകാർ, ശക്തരായ ബ്രിട്ടീഷുകാർ അവരുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതിനെ തകർക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ആദ്യം ആലിമുസ്ലിയാരിനെ കീഴടക്കുകയും പിന്നീട് വാരിൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിനെ കോട്ടപ്പുറം കുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ കോട്ടക്കുന്ന് വെച്ചുകൊണ്ട് അദ്ദേഹത്തെ വധിക്കുകയും ചെയ്യുന്നതിന്റെ ചരിത്രമൊക്കെ നമുക്ക് നന്നായി അറിയാം. ഈ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് വാരിൻകുന്നത്തിന്റെ ജീവിതത്തിലും ആലിമുസ്ലിയാരുടെ ജീവിതത്തിലും തുർക്കി ഖിലാഫത്തിന്റെ ചിഹ്നങ്ങൾ ഉണ്ടായിരുന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. വാരിൻകുന്നത്തിന്റെ പടയാളികൾക്ക് പ്രധാനമായും ധരിച്ചിരുന്നത് തുർക്കി തൊപ്പിയായിരുന്നു. വാരിൻകുന്നത്ത് തന്നെ ആ തെസ് എന്നറിയപ്പെടുന്ന തുർക്കി തൊപ്പി, നീളമുള്ള തുർക്കി തൊപ്പി ധരിച്ചിരുന്നു. അതുപോലെ തന്നെ റെഡ് കളറിലുള്ള പടച്ചട്ട ഡ്രസ്സ് ഗൗൺ അവർ ധരിച്ചിരുന്നു. അതുപോലെ തന്നെ പടച്ചട്ട അവർ ധരിച്ചിരുന്നു. ഈ പറയുന്ന തുർക്കി സൈന്യത്തിന്റെ കേരളീയ മാതൃക, മലബാർ മാതൃക അവർ സ്വീകരിച്ചിരുന്നു. ചില നിരീക്ഷണം പറയുന്നുണ്ട് ഇദ്ദേഹവും അതുപോലെ തന്നെ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട ചില കോണ്ടാക്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന ചില രേഖകൾ വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഉസ്മാനിയ ഖിലാഫത്തിന്റെ ആ ഒരു ചിത്രം തങ്ങളുടെ പടയാളികളിലേക്ക് പോലും പകർന്നു നൽകാൻ ആ ഒരു ഗ്ലോബൽ കണക്ഷൻ, ഗ്ലോക്കൽ, അതായത് ഗ്ലോബലും ലോക്കലും ചേർന്ന് നിൽക്കുന്ന ആ ഗ്ലോക്കൽ കണക്ഷൻ നൽകുവാൻ വാരിൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്കും ആലിമുസ്ലിയാറിനും ഒരുപോലെ കഴിഞ്ഞു എന്നുള്ളതാണ്. സുൽത്താൻ എന്നുള്ള പദം തന്നെ അന്ന് അവരെ ഉപയോഗിച്ചുകൊണ്ടും രാജാവ് എന്നുള്ള പദം തന്നെ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചതായും നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ തന്നെ ഈ പറയുന്ന പോരാട്ടങ്ങളിൽ ബ്രിട്ടീഷുകാർ നമുക്കറിയാം, അതായത് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം നയിച്ചിരുന്ന നല്ല ശതമാനം അന്നത്തെ ആൾക്കാരും വഹാബികൾ എന്നുള്ള പേര് പോലും ഈ ബ്രിട്ടീഷ് വഹാബികൾ എന്നുള്ള പേര് യഥാർത്ഥത്തിൽ നമുക്കറിയാം അതൊരു മറ്റൊരു തരത്തിൽ ഉപയോഗിക്കുന്ന പദമാണെങ്കിൽ പോലും ബ്രിട്ടീഷ് വിരുദ്ധ നിലപാട് സ്വീകരിച്ചിരുന്ന മദ്രാസിലെ ഈ പറയുന്ന പോരാട്ടങ്ങൾ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളെ ചില രേഖകളിൽ വഹാബികൾ എന്നുള്ള പദം പോലും ഉപയോഗിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ 1921 കേരളം കണ്ട, ഇന്ത്യ കണ്ട, പ്രത്യേകിച്ച് ലോകം കണ്ട വിദേശ മാധ്യമങ്ങളടക്കം പബ്ലിഷ് ചെയ്ത ആ സംഭവം ഉണ്ടാവുന്ന ഈ പശ്ചാത്തലത്തിലേക്ക് ഈ തരത്തിലുള്ള അങ്ങ് തുർക്കിയിൽ നിന്നും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്നും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മലബാറിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയും 6ഓളം മാസം ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പിടിച്ചു കുലുക്കിയ, ഭയപ്പെടുത്തിയ, മുസ്ലിങ്ങളുടെ ഒരു അധികാരം സംരക്ഷിച്ചു നിർത്തിയ മഹാനായ വാരിൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ആലിമുസ്ലിയാരുടെയും സംഭവത്തിലേക്ക് ഈ പറയുന്ന ഗ്ലോബൽ കണക്ഷൻ, ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് കോർക്കപ്പെടുകയാണ്. ഇങ്ങനെയാണ് നമ്മുടെ ചരിത്രം വായിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വാഹുർദാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സൈഫ് സാഹിബ് നമ്മളോട് ഈ അർത്ഥത്തിൽ കുറച്ചുകൂടി കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന പല സംശയങ്ങളെയും ഗണ്ണിക്കുന്ന സ്വഭാവത്തിൽ നമ്മൾ സംസാരിക്കേണ്ടായി. നമുക്കിനി ഏകദേശം ഏകദേശം അരമണിക്കൂറോളം നമുക്ക് ഡിസ്കഷനുമായി മുന്നോട്ട് പോവാം. ആ അർത്ഥത്തിൽ ഡിസ്കഷനുകൾക്ക് ഓപ്പൺ ആവുകയാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സ്പെസിഫിക്കായി ചോദിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ. ഹലോ, തോഫിക്കാണ്. എനിക്ക് ഒരു ഡൗട്ട് ഉള്ളത്, അതായത് പിന്നെ ഈ കോണ്ടക്സ്റ്റിൽ തന്നെ ആണോന്ന് അറിയില്ല. അതായത് മമ്പുറം തങ്ങന്മാരുടെ സ്വാധീനം കുറക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാര് കൊണ്ടോട്ടി കേന്ദ്രീകരിച്ച് ഷിയ പശ്ചാത്തലമുള്ള ഒരു തങ്ങളെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കണം, അങ്ങനെ ഒരു ഹിസ്റ്ററി കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം പിന്നെ അത് ഈ സമയത്താണോ അതിന്റെ ശേഷമാണോ അതിന്റെ മുമ്പാണോ നിനക്ക് വലിയ ധാരണ? അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വിവരം ഉണ്ടോ? ഇതേ പശ്ചാത്തലത്തിൽ തന്നെയാണ്. അതായത് സ്വാഭാവികമായും മുസ്ലിങ്ങൾക്കിടയിൽ അന്താരാഷ്ട്ര തലത്തിൽ ഡിവൈഡ് ആൻഡ് റൂൾ നടത്തി വിജയിക്കാൻ കഴിഞ്ഞ ബ്രിട്ടീഷുകാർക്ക്
ഈ പറയുന്ന പ്രാദേശിക തലത്തിലും ആ നിലപാട് സ്വീകരിക്കുന്നതിൽ അത്ഭുതമില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിങ്ങൾക്കിടയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുറച്ച് വിഭാഗം പ്രോ മുസ്ലിങ്ങളെ ഇവർക്ക് ലഭിക്കുക തന്നെ ചെയ്തത്. അപ്പോ അന്ന് ഈ പറയുന്ന തങ്ങന്മാരെയും അടക്കമുള്ള അവർ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, ഷീ പശ്ചാത്തലമുള്ള തങ്ങൾ എന്ന് പറയുന്ന ഒരു അപ്പൻഡിക്സ് ചേർക്കേണ്ടതില്ല. കാരണം ഷിയാക്കളും ബ്രിട്ടീഷ് വിരുദ്ധ നിലപാട് സ്വീകരിച്ച ചരിത്രം ഒരുപാടുണ്ട്. അപ്പൊ നമ്മളുടെ ചരിത്രത്തിൽ പലപ്പോഴും ഷീ പണ്ഡിതനായ കൊണ്ടോട്ടിത്തങ്ങൾ അല്ല ഷീ തങ്ങളായ കൊണ്ടോട്ടിത്തങ്ങൾ എന്ന് ചേർക്കുമ്പോൾ ഷിയാക്കൾക്ക് എന്തോ ഒരു പ്രശ്നം ഇതിൽ വരുന്നത് പോലെ ഒരു മീനിങ് ഉണ്ടാവും. അത് വേണമെന്നില്ല. കാരണം ലോകതലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ നിലപാട് സ്വീകരിച്ച ഒരുപാട് ഷിയാക്കളുണ്ട്. അപ്പം അതിലേക്ക് ചേർക്കുക. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ഒരുപാട് ആൾക്കാരെ, ഈ പറയുന്ന കൊണ്ടോട്ടിത്തങ്ങൾ അടക്കമുള്ള ആൾക്കാരെയും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തട്ടാങ്കര കുട്ടിയാമ മുസ്ലിയാർ അടക്കമുള്ള ആൾക്കാരെയും ഇവർക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, താങ്ക്സ്. പിന്നെ വേറൊരു ഡൗട്ട് ഉള്ളത്, മറ്റേ മൗദൂദി സാഹിബ്, അദ്ദേഹത്തിന് ഈ സമയം 1908 ഒക്കെ അല്ലേ അദ്ദേഹം ജനിക്കണം? അപ്പൊ അതെ 1920-കളിലാണ് അദ്ദേഹത്തിന്റെ രചന ഉണ്ടാവുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഈ പിന്നെ ഖിലാഫത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വ്യൂസ് ഉണ്ടോ? അതായത് ഉണ്ടല്ലോ, ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പബ്ലിക്, അതായത് അദ്ദേഹം അന്ന് തർജുമാനുൽ ഖുർആൻ അടക്കമുള്ള വിവിധ ഈ ജമിയത്തുൽ ഉലമയുടെയും വിവിധ പബ്ലിക്കേഷൻ അത് എഴുതുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് ഈ അടുത്ത് മലയാളത്തിൽ പ്രബോധനത്തിൽ അത് പബ്ലിഷ് ചെയ്യപ്പെട്ടിരുന്നു. മൗലാന മൗദൂദി മലബാർ സമരത്തെ നിരൂപണം ചെയ്തുകൊണ്ട് അത് അനിവാര്യമാണ്, അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ് പിന്നെ അതിൽ വരുന്ന പ്രശ്നങ്ങളെയും കാണുന്നു. അതായത് എല്ലാവരും ഒരുപോലെ വേണ്ട രീതിയിൽ നീങ്ങിയില്ല എങ്കിൽ അത് പരാജയം നേരിടേണ്ടി വരും എന്നൊക്കെ രീതിയിലുള്ള വീക്ഷണങ്ങളും വളരെ ചെറുപ്പക്കാരനായ 18-19 വയസ്സുള്ള മൗലാന മൗദൂദി, അന്ന് ആ മൗദൂദിയാണ്, ആ മൗദൂദിയുടെ വീക്ഷണങ്ങൾ വളരെ ശ്രദ്ധേയമായി തന്നെ വായിക്കേണ്ടതാണ്. പ്രബോധനത്തിൽ 2 മാസങ്ങൾക്ക് മുമ്പ് അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിൽക്കാലത്ത് പിന്നെ മൗദൂദി, അതായത് ഒരു 2 നാഷണലിസം, അത് ഒരു സൈഡിൽ അറബ് നാഷണലിസവും അതുപോലെ ഒരു സൈഡിൽ തുർക്കി നാഷണലിസവും ശക്തമാകുന്ന സമയത്ത് അദ്ദേഹം വേറൊരു നിലപാട് സ്വീകരിച്ചിരുന്നു. അതായത് ഈ നാഷണലിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യേണ്ടാത്ത രീതിയിൽ ഒരു നിലപാട് മാറ്റിയിട്ടുണ്ട് എന്നുള്ള അങ്ങനെ ഒരു ഒബ്സർവേഷൻ ഉണ്ടോ? അത് സ്വാഭാവികമായും തുർക്കിയിൽ വരുന്ന മാറ്റങ്ങൾ, അത് എന്തുകൊണ്ടാണ് ഖിലാഫത്ത് മൂവ്മെന്റ് തകർന്നത്, അതുമായി ബന്ധപ്പെട്ടാണ് ആ ചർച്ചയും. അതായത് ഈ ഇന്ത്യൻ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ അവിടെ കമാൽ പാഷ ഖിലാഫത്ത് എന്ന് പറഞ്ഞ സ്ഥാനം എടുത്തു കളയും, ഫുൾ ഫ്ലെഡ്ജ്ഡ് തുർക്കി സ്റ്റേറ്റായി പ്രഖ്യാപിക്കുകയും ചെയ്യുകയും അതിനു മുമ്പ് സെവറസ് അടക്കമുള്ള ലുസാന അടക്കമുള്ള കരാറുകൾ ഉസ്മാനിയ ഖിലാഫത്ത് വിവിധ കൊളോണിയൽ ശക്തിയുമായി ഏർപ്പെടാൻ സമ്മർദ്ദത്തിലാവുകയും ചെയ്തതോടുകൂടി ഇന്നത്തെ തുർക്കി മാത്രമാവുകയും ആ തുർക്കിയെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ള അർത്ഥത്തിൽ റിപ്പബ്ലിക് പ്രഖ്യാപിക്കുകയും ചെയ്തതോടുകൂടി എന്തായി മാറി? തുർക്കി ആധുനിക തുർക്കിയായി മാറി. അപ്പൊ പിന്നെ അതോടുകൂടിയാണ് ഈ പറയുന്ന ഖിലാഫത്ത് മൂവ്മെന്റ് ഇല്ലാതാവുന്നത്. 1924 അത് ഇല്ലാതാവുന്നുണ്ട്. പിന്നെ ഇങ്ങനെ അതൊന്നും നിർന്നു പോവുകയാണ്. പിന്നീട് നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ പ്രസ്ഥാനമായി നിലനിൽക്കുകയും ബാക്കിയൊക്കെ ഇല്ലാതാവുകയും ചെയ്യുന്ന സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ മൗലാന മൗദൂദിയും എന്ത് പറയുന്നുണ്ട്, ഈ വീക്ഷണം മുന്നിൽ വെക്കുന്നുണ്ട്. അതായത് തുർക്കിയിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്താണ്, അത് ഇസ്ലാമിക രീതിയിലല്ല. കാരണം കമാൽ പാഷയുടെ പോക്കുകൾ അത് ശരിയല്ലാത്തതല്ല എന്ന രീതിയിൽ മൂപ്പര് വീക്ഷിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ അത് മൗലാന മൗദൂദി മാത്രമല്ല, കമാൽ പാഷയുടെ ആദ്യകാലത്ത് അന്നത്തെ തുർക്കിയിലെ പ്രമുഖ പണ്ഡിതനായിരുന്ന ബദിയുസ്സമാൻ സയ്യിദ് നൂർസി കമാൽ പാഷയെ ആദ്യം സപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ത്യയിലെ കേരളീയ പണ്ഡിതന്മാർ കമാൽ പാഷയെ സപ്പോർട്ട് ചെയ്തിരുന്ന അതേ സമയത്ത് തന്നെയാണ് ബദിയുസ്സമാൻ സയ്യിദ് നൂർസിയും തുർക്കിയിൽ സപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷെ പിന്നീട് കമാൽ പാഷയുടെ റിഫോമു എന്ന് പറഞ്ഞ പേരിൽ നടക്കുന്ന യൂറോപ്യനൈസേഷൻ, സെക്കുലറൈസേഷൻ പ്രൊജക്റ്റുമായി എതിർത്തുകൊണ്ട് പ്രതിഷേധമായി വരികയും പിന്നീട് അദ്ദേഹത്തെ ജയിലിടുകയും ചെയ്യുന്നുണ്ട് കമാൽ പാഷ. അന്ന് കമാൽ പാഷയല്ല, പിന്നീട് അത്താതുർക്കായി മാറുകയാണ്, അതായത് പ്രസിഡന്റായി മാറുകയാണ്. ഈ അത്താതുർക്ക് പിന്നീട് ജയിലിടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ലോകതലത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ ഡോക്ടർ അൻസാരി, ജാമിയ മില്ലിയയുടെ സ്ഥാപകന്മാരിലൊരായ ഡോക്ടർ അൻസാരി തന്നെയും അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ മാറാൻ ഇതിന് കാരണമാവുന്നതായിട്ട് നമുക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട രചനകൾ വായിക്കാൻ കഴിയും. അതായത് ഖാലിദെ അദീബ്
അതിവാർ എന്ന് പറഞ്ഞ പേരില് തുർക്കിയിലെ പ്രമുഖരായ ഒരു കമാൽ അത്താതുർക്കിന്റെ സഹപ്രവർത്തക ജാമ്യ മില്ലയിൽ വരികയും 1935 ഒരു ജാമ്യ മില്ലയിൽ പ്രഭാഷണം സംഘടിപ്പിക്കുന്നുണ്ട്. ആദ്യകാലം അവർ കമാൽ പാഷയുടെ സഹപ്രവർത്തകയായിരുന്നു. പിന്നീട് കമാൽ പാഷയുടെ തീവ്ര ദേശീയതയും കമാലിസ്റ്റ് പ്രൊജക്ടിനെയും എതിർത്തുകൊണ്ടാണ് പിന്നീട് വരുന്നത്. അപ്പോഴും അവർ ഈ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. ഈ പറയുന്ന ഖിലാഫത്തിന്റെ ഒരു അവസ്ഥ നിങ്ങൾ കരുതുന്നത് പോലല്ല, അത് ആ കുടി പ്രശ്നമാണ് എന്ന് ഇന്ത്യൻ മുസ്ലിങ്ങളെ ബോധിപ്പിക്കുന്ന ഒരു പ്രഭാഷണ പരമ്പരയായിരുന്നു ഈ ഖാലിദ് അതിവാറിന്റെ പ്രസംഗം. അങ്ങനെ മൗലാന മൗദൂദി മാത്രമല്ല, നിരവധി തുർക്കിയിലടക്കമുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലടക്കമുള്ള നിരവധി പണ്ഡിതന്മാരും മൗദൂദി സാഹിബിന്റെ അതേ വീക്ഷണം പുലർത്തിയിരുന്നു. ഓക്കെ, താങ്ക്സ്. പിന്നെ അതുപോലെ മറ്റേ ഈ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട് മറ്റേ നമ്മളെ നാട് കടത്തപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, അതായത് നമ്മുടെ ഈ മലേഷ്യ, സിംഗപ്പൂർ ഭാഗത്തേക്കൊക്കെ പിന്നെ ഫോഴ്സ്ഫുൾ ലേബറിനൊക്കെ നാട് കടത്തപ്പെട്ട ആൾക്കാരൊക്കെ പിന്നീട് പിന്നെ ഈ അവരും അവരുടെ പിന്നെ തലമുറയിലുള്ള ആൾക്കാരൊക്കെ പിന്നീട് ഈ സുഭാഷ് ചന്ദ്രബോസ് പിന്നെ INA ഒക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം അവിടെയൊക്കെ ആയിരുന്നല്ലോ. അവരുമായിട്ട് എന്തൊക്കെയോ പിന്നെ അവർക്ക് സഹായം കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവര് അങ്ങനെ ജസ്റ്റ് കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും, അങ്ങനെ എന്തെങ്കിലും അറിയോന്ന്? സ്വാഭാവികമായി ഇവിടുന്ന് കടന്നു പോയവർ ഇപ്പം ആദ്യകാലം ബ്രിട്ടീഷുകാർ നാടുകടത്തിയപ്പോൾ പലരെയും അഫ്ഗാൻ അതിർത്തിയിൽ വെച്ച് വധിക്കപ്പെട്ടിട്ടുണ്ട്, ബ്രിട്ടീഷുകാരെ കൊന്നിട്ടുണ്ട്. ചില ആൾക്കാർ തിരിച്ചു വരാൻ ശ്രമിക്കുകയും കൊല്ലപ്പെടുകയും മരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ഈ പറയുന്ന INA രൂപീകരിക്കുന്നതോടുകൂടി ഒരുപാട് ആൾക്കാർ അതിൽ ചേരുന്നുണ്ട്. പിന്നെ ഇവരുടെ പൂർണ്ണമായ വിവരം വേറെ അന്വേഷിക്കേണ്ടതാണ്, അവർ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത്. അപ്പം ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് മാഹി പോലുള്ള, ഈ മാഹിയല്ല, നമ്മുടെ ഈ മലേഷ്യൻ, സൗത്ത് ഏഷ്യൻ ഭാഗങ്ങളിൽ കുടിയേറിയ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ മലേഷ്യയിലേക്ക് പനങ് പോലുള്ള പ്രദേശങ്ങളിൽ മുസ്ലിം മലബാറികൾ, മലയാളി ഒരുപാട് തിങ്ങിക്കൂടി താമസിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പലരും ഇതിനു മുമ്പും ബ്രിട്ടീഷ് വിരുദ്ധ നിലപാടൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെയും കേരളീയ മുസ്ലിം സാന്നിധ്യം അങ്ങനെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയും അവിടുത്തെ ഒരു ഡെമോഗ്രഫി ചേഞ്ച് ചെയ്യുന്നതിലും ഈ പറയുന്ന ഖിലാഫത്ത് സമരങ്ങൾ കാരണമായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ അവരെ കുറിച്ച് കൂടുതൽ വിവരം വേറെ അന്വേഷിക്കേണ്ടതാണ്. ഓക്കെ, താങ്ക്സ്. പിന്നെ തുർക്കി അത്താതുർക്കിന്റെ ആദ്യത്തെ ഗാസി അൽ ഇസ്ലാം എന്ന് അറിയപ്പെടുകയുണ്ടായി. അതിന്റെ അർത്ഥം അദ്ദേഹം ഖിലാഫത്ത് തിരിച്ചു കൊണ്ടുവരണം, തുർക്കിയിൽ തിരിച്ചു കൊണ്ടുവരണം എന്ന് ഭരണഘടനയിൽ അദ്ദേഹം എഴുതുന്നുണ്ട്. പക്ഷെ പിന്നീട് ഈ ചാരനായ ഈശ്വർ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഇനി ഖിലാഫത്ത് എന്ന വാക്ക് അത് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കരുത്, കാരണം ഇന്ത്യയിൽ ഞങ്ങൾ ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇമ്പാക്ട് ഇവിടെയാണ്. ഇന്ത്യയിലുണ്ടായ ഖിലാഫത്ത് അത് തുർക്കിയിൽ വീണ്ടും ഖിലാഫത്ത് വരാതിരിക്കാൻ അദ്ദേഹം അത്താതുർക്കിനെ നിർബന്ധിക്കുകയും അങ്ങനെയാണ് അദ്ദേഹം ആ ഖിലാഫത്ത് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഭരണഘടനയിൽ നിന്ന് എടുത്ത് മാറ്റുന്നത്. അസർ ഇടപെടുകയാണ്. ഇതോടുകൂടിയാണ് അസർ സിറ്റിയിൽ അവര് പറയുന്നുണ്ട് അത് ബിദ്അത്താണ്, അത്താതുർക്ക് ചെയ്തത് ബിദ്അത്താണ്, കാരണം ഖിലാഫത്താണ് തിരിച്ചു കൊണ്ടുവരുന്ന ഇസ്ലാം എന്ന തരത്തില് അപ്പൊ ഇന്ത്യയിൽ നടന്ന ഈ ഖിലാഫത്ത് മൂവ്മെന്റ് ഗ്ലോബലിൽ ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ തന്നെ അവർ നടത്തുന്ന ഒരു സമ്മേളനം ഉണ്ട്, കെയ്റോ കേന്ദ്രീകരിച്ച് നടത്തിയ സമ്മേളനം. ആ സമ്മേളനത്തില് അറബ്സ് മാത്രമാണ് ഇരിക്കുന്നത്. അതിലാണ് അവര് പ്രഖ്യാപിക്കുന്നത് ഇത് ബിദ്അത്താണ്, ഖിലാഫ് കളയുക എന്ന് പറയുന്നത് ബിദ്അത്തായി തിരിച്ചു കൊണ്ടുവരലാണ് ഇസ്ലാം എന്ന് പറയുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അടുത്ത വേറൊരെണ്ണം നടക്കുന്നുണ്ട്. പിന്നെ ഹുസൈൻ ഷെരീഫിനെ ചീറ്റ് ചെയ്തുകൊണ്ട് ബിൻ സൗദ് അബ്ദുൽ അസീസിന്റെ നേതൃത്വത്തിൽ മറ്റൊരു സമ്മേളനം മക്കയിൽ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. മക്കയിൽ കേന്ദ്രീകരിച്ച് നടക്കുന്നതിൽ അറബ്സും നോൺ അറബ്സും ഉണ്ട്. അതിലാണ് പിന്നെ മൗലാന മുഹമ്മദ് അലി ജൗഹർ പിന്നെ സൗദി കിങ് ആയിരുന്ന ഫസ്റ്റ് കിങ് ആണെന്ന് പ്രഖ്യാപിക്കേണ്ട അദ്ദേഹം അബ്ദുൽ അസീസ് ആദ്യമായി ആളത്തിലാണ് സൗദിയുടെ കിങ് ആയിട്ട് പ്രഖ്യാപിക്കുന്നത്.
ആ കിങ് ആയി പ്രഖ്യാപിക്കുക, ഇനി ഖിലാഫത്ത് ഇല്ല, ഖലീഫ ഇല്ല എന്ന് അദ്ദേഹവും പറയുന്നുണ്ട്. അവിടെ ലോറൻസ് ആണ് അവിടെ ഇടപെടുന്നത്. കാരണം അബ്ദുൽ അസീസിനെ ബ്രിട്ടീഷുകാരനായ ലോറൻസ് ഇടപെടുകയും ഈ തരത്തിൽ അദ്ദേഹത്തിന് ഏകന്ന് സംഖ്യയാണെങ്കിൽ 5 മില്യൺ സ്റ്റെർലിംഗ് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ അബ്ദുൽ അസീസിന്, ഈ ലോറൻസ്. അതോടൊപ്പം തന്നെ മറ്റൊരു ആളുണ്ട്, ഹുസൈൻ ഷെരീഫിനെ ഒതുക്കാനായിട്ട് 7 മില്യൺ സ്റ്റെർലിംഗ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ യുദ്ധത്തിന് സഹായിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് ഇമ്പാക്റ്റുകൾ, അതായത് പിന്നെ ഖിലാഫത്ത് മൂവ്മെന്റ് നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അറബ് ലോകത്ത് മറ്റൊരു തരത്തിലാണ് കാണുന്നത്. ആ തരത്തിൽ മുഹമ്മദ് അലി ജൗഹറാണ് കിങ് അബ്ദുൽ അസീസിനെ ചോദ്യം ചെയ്യുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റൂല, ഈ കിങ് എന്ന് പറയുന്ന പിന്നെ ആ കിങ്ഡം എന്നത് അംഗീകരിക്കാൻ പറ്റൂല എന്ന് അദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ തരത്തിൽ ഒരുപാട് ഇമ്പാക്റ്റുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനെ കുറിച്ചിട്ടൊരു വ്യക്തമായ പിക്ചർ എന്തെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ? അല്ല, നിങ്ങൾ ഇത്രയും പറഞ്ഞില്ലേ, ഇത്രയും പിക്ചറല്ലേ ഇപ്പൊ നിങ്ങൾ പങ്കുവെച്ചത്. അതായത് മുസ്ലിം ലോകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചതുപോലെ നിങ്ങൾ തന്നെ ആയിരിക്കും അത് പറഞ്ഞത്. മുസ്ലിം ലോകത്ത് സ്വാഭാവികമായും രാജ്യങ്ങൾ വിഘടിക്കപ്പെടുകയും ആഭ്യന്തര കലാപങ്ങളും ഉണ്ടാവുകയും സ്വാതന്ത്ര്യവാജ്ഞ ശക്തമാവുകയും ചെയ്യുന്നൊരു സമയമാണ്. അത് മുസ്ലിം ലോകത്ത് മാത്രമല്ല, ഖിലാഫത്തിനെ വേർതിരിച്ചുകൊണ്ട് ഈ അർമീനിയ, ഗ്രീക്ക്, ഈ പറയുന്ന അൽബേനിയൻ ഭാഗങ്ങള്, അതുപോലെ തന്നെ അങ്ങനെ കൊക്കേഷ്യൻ, സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങളും ഒരുപാട് ഭാഗങ്ങൾ ഈ സമയത്ത് ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്താൻ ശ്രമിക്കുന്നുണ്ട്. അതേ കാലത്തും അതിനു മുമ്പേ തന്നെ മുസ്ലിം ലോകത്തും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് സൗദി ഡൈനാസ്റ്റിയാണ് ആദ്യമായിട്ട് മുസ്ലിം ലോകത്ത് പ്രധാനപ്പെട്ട ഒരു പിന്നണിയായി വർത്തിക്കുന്നത്. പിന്നീട് ഈ പറയുന്ന ബാക്കിയുള്ള പ്രദേശങ്ങളും ഒരുപാട് ഇപ്പൊ കിങ് ഷെരീഫ് ഹുസൈൻ, യഥാർത്ഥത്തിൽ ഷെരീഫ് എന്ന് പറയുന്നത് ഉസ്മാനിയ ഖിലാഫത്തിന്റെ പേരിൽ ഹിജാസ് ഭരിക്കുന്ന ആളാണ് ഈ ഷെരീഫ്. ആ സ്ഥാനമാണ് ഷെരീഫ്. അങ്ങനെ അയാൾക്ക് അമീർ ഫൈസൽ, അമീർ ഹുസൈൻ എന്നൊക്കെയാണ് അദ്ദേഹം വിളിക്കുന്നത്. അദ്ദേഹം ഹിജാസിലെ ഗവർണറായിട്ടാണ് അദ്ദേഹം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഹിജാസിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് ഒരു പെട്ടെന്ന് ബന്ധമുണ്ടാക്കുക എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം റെയിൽവേ ഒക്കെ നിർമ്മിക്കുന്നത്. അവരുമായി ഒരു ഹജ്ജ് മാത്രമല്ല, ഒരു എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ സാമ്പത്തിക വിനിമയങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പം അതിനൊക്കെ സഹായിക്കാൻ നിൽക്കുന്നത് ഈ പറയുന്നയാളാണ്. അപ്പോൾ അതിനെ ലോറൻസ് ഓഫ് അറേബ്യയുടെ യുദ്ധമൊക്കെ അത് തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന കിങ് അബ്ദുൽ അസീസിന്റെ നേതൃത്വത്തിലുള്ള ആൾക്കാരുടെ പോരാട്ടം, അതിനെ സംരക്ഷിക്കാൻ ലോറൻസ് ഓഫ് അറേബ്യ ഷെരീഫ് ഹുസൈനെ സഹായിക്കുന്നതൊക്കെ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. ഇത് ഞാൻ പറഞ്ഞത് മുസ്ലിങ്ങൾക്കിടയിൽ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ ഖിലാഫത്തിനെ കുറിച്ച് കേരളത്തിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായമാണ് ഉള്ളതെങ്കിൽ സ്വാഭാവികമായും ലോക മുസ്ലിങ്ങളുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഷെരീഫ് ഹുസൈനെ സ്വന്തമായി കിങ് ആവാനായിരുന്നു ആഗ്രഹം. അത് 1926 മൂപ്പര് കിങ്ങായി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ആരും സമ്മതിക്കുന്നില്ല. അതില് 1929-30കളില് ഷെരീഫ് ഹുസൈന്റെ ഭാഗത്തുള്ള ഭാഗങ്ങൾ മുഴുവനും ഇയാൾ അബ്ദുൽ അസീസിനെ പിടിച്ചെടുക്കുകയും അങ്ങനെ ആ അധികാരം നഷ്ടപ്പെടുകയൊക്കെയാണ് അയാൾക്ക് ചെയ്യുന്നത്. പിടിച്ചെടുത്തിട്ടാണ് 32-ല് ഈ പറയുന്ന ഇന്നത്തെ സൗദി അറേബ്യ, മംലക്കത്ത് സൗദി അൽ അറേബ്യ എന്ന് പറയുന്ന സ്റ്റേറ്റ് രാജ്യം പ്രഖ്യാപിക്കുന്നത്. അപ്പം ഈ ഒരേ കാലത്ത് തന്നെ മുസ്ലിങ്ങൾക്കിടയില് ഈ പറയുന്ന വിഘടനങ്ങൾ ശക്തമായിരുന്നു. അതേ പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഈ കേരളത്തിലും പ്രശ്നം വരുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ചർച്ചയിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞത്, മുസ്ലിം ലോകത്ത് പ്രശ്നമായിരിക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് കേരളത്തിൽ ഈ ഖിലാഫത്തിന്റെ, അതായത് മുസ്ലിങ്ങൾ ഒരു ഇസ്ലാമിക ആവേശത്തിന്റെ പുറത്താണ് ഈ ഒരു യുദ്ധത്തിന് തയ്യാറാവുന്നത്. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ സമരവും കൂടി ചേരുമ്പോഴാണ് ഖിലാഫത്ത് കമ്മിറ്റികളിൽ കേശവ മേനോനെ പോലുള്ള, മാധവൻ നായരെ പോലുള്ള വിവിധ ഹിന്ദു നേതാക്കന്മാരും കൂടി ഖിലാഫത്ത് കമ്മിറ്റിയിൽ അംഗമായി മാറുന്നത്. അപ്പോ ഒരേ സമയം തന്നെ വൈരുദ്ധ്യങ്ങളുടെ അല്ലെങ്കിൽ വൈവിധ്യങ്ങളുടെ ഒരു കൂട്ടമാണ് ഖിലാഫത്ത് സമരം. പിന്നെ കമാൽ പാഷയെ നമ്മൾ മനസ്സിലാക്കുന്നതിന് ഒരു പ്രശ്നമുണ്ട്. ഞാനത് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. കമാൽ പാഷയെ നമുക്ക് വെല്ലുവിളിയായിട്ടും എനിമിയായിട്ടും ചിത്രീകരിക്കാം. കമാൽ പാഷ പിന്നീട്
ആദ്യം തന്നെ മൂപ്പര് എത്തിസ്റ്റ് ആണ്. പക്ഷേ അന്ന് ഗാസി അൽ ഇസ്ലാം എന്ന് പറയുന്നത് ഖിലാഫത്തിന്റെ സ്ഥാനത്തിലെ സൈനാധിപന് കൊടുക്കുന്ന സ്ഥാനമാണ്. അത് അദ്ദേഹം അങ്ങനെ തന്നെ നിറവേറ്റിയിരുന്നു. ആ ഒരു സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഗ്രീക്കുകാർക്കെതിരെയും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്. ആ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അന്നത്തെ തുർക്കി അദ്ദേഹം സംരക്ഷിച്ചു നിർത്തിയത്. അതുകൊണ്ട് തന്നെയാണ് തുർക്കിക്കാർക്കിടയിൽ പാർട്ടി ഭേദമന്യേ AK പാർട്ടി ആണെങ്കിലും സാദത്ത് പാർട്ടി ആണെങ്കിലും എല്ലാ പാർട്ടികളും കമാൽ പാഷയെ, മുസ്തഫ കമാലിനെ അത്താതുർക്ക് എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു നേതൃത്വം കൊണ്ടാണ് ഇന്നത്തെ തുർക്കിയെ ആരും അധിനിവേശം ചെയ്യാതെ സംരക്ഷിച്ച് നിർത്തിയത്. ആ കമാൽ പാഷയുടെ ഈ ഗാസി അൽ ഇസ്ലാം എന്നുള്ള സ്ഥാനം ഉപയോഗിച്ചു നടന്ന പോരാട്ടങ്ങളായിരുന്നു. അതുകൊണ്ട് നമുക്ക് മൂപ്പരുടെ പിന്നീടുള്ള ശ്രമങ്ങളെ വിമർശിക്കാം, പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരു സംഭാവനയെ അംഗീകരിക്കുക തന്നെ വേണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അല്ല, ഞാൻ ചോദിക്കണതല്ല. അത്താതുർക്ക് ആദ്യം ഖിലാഫത്ത് തുർക്കിക്ക് കൊണ്ടുവരണം, തിരിച്ചു കൊണ്ടുവരണമെന്നും അതിന് എല്ലാവരുടെയും പിന്തുണ കിട്ടാൻ അതിന് അസ്ഹറി പണ്ഡിതന്മാരുടെ ഒക്കെ പിന്തുണ അതോടുകൂടി കിട്ടുകയും അദ്ദേഹത്തിന് ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നീട് ഈ ഷേക്സ്പിയർ സ്ട്രെസ് ചെയ്യുകയും ഖിലാഫത്ത് ഭരണഘടനയിൽ നിന്ന് എടുത്ത് മാറ്റണം എന്ന് അദ്ദേഹത്തോട്, അങ്ങനെ അത് എടുത്തു മാറ്റും അസ്ഹറി പണ്ഡിതന്മാരൊക്കെ ഇതിനെ എതിർക്കുന്നതും വിധേയത്താണ്. അപ്പൊ അവിടെ ഇന്ത്യയിലുണ്ടായ ഒരു ഇമ്പാക്റ്റ് ആണ് അവിടെ പോലും എന്ത് ചെയ്യണ്, ചലനങ്ങൾ ഉണ്ടാക്കുന്നത്. അതാണ് ഗ്ലോബൽ ഇമ്പാക്റ്റ്. ശരിക്കും പറഞ്ഞാൽ ആ അത്താതുർക്കിനാണ് അത് ഉണ്ടാവുന്നത്. കാരണം ബ്രിട്ടീഷ് ചാരനാണ് അദ്ദേഹത്തെ കൊണ്ട് ഫോഴ്സ് ചെയ്യിച്ച് ആ ഖിലാഫത്ത് എന്ന വാക്കിനി ഉപയോഗിക്കരുത്, ആ തരത്തിലേക്കൊരു തീരുമാനത്തിലെത്തുന്നു. അത് മുസ്ലിം ലോകം അത് ചെയ്യുന്നു. എന്നാറിലും സൗത്ത് ഇവരൊക്കെ അവരുടെയൊക്കെ പ്രതീക്ഷ ഇനിയും ഖിലാഫത്ത് തിരിച്ചു വരേണ്ടതാണ്. അതിലുള്ള ആ വൈരുദ്ധ്യം ഉണ്ടല്ലോ, ഒരു ഭാഗത്ത് പാവനമായ ഖിലാഫത്ത് തിരിച്ചു കൊണ്ടുവരണമെന്ന് ഇവര് ഇവിടെയുള്ള ആഗ്രഹിക്കുകയും അതേസമയത്ത് അധികാരവും എല്ലാം കൈമുതലുള്ള വർഗം, പ്രത്യേകിച്ച് അറബ്സ്, അവരിതിനെ എതിർക്കുകയും ചെയ്യുകയാണ്. അപ്പൊ അവരുടെ ആ പിന്നെ ചേഞ്ചസ്, അതിന് ബ്രിട്ടീഷ് സ്വാധീനം വളരെയധികം ഇല്ലേ എന്നാണ് എന്റെ ചോദ്യം. ഈ ബ്രിട്ടീഷ് വിരുദ്ധ നിലപാടാണ് അവസാനം വരെയും അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. പിന്നീട് ഉള്ളുകള്ളികൾ വേറെയുണ്ട്, അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ തിയറികൾ ഉണ്ട്, അത് വേറെ വിഷയം. പിന്നെ മറ്റൊരു കാര്യം പറയേണ്ടത്, ഈ ബ്രിട്ടീഷ് വിരുദ്ധ നിലപാട് ആദ്യം മുതൽ, പ്രത്യേകിച്ച് ഒന്നാം ലോക യുദ്ധത്തിലേക്ക് ജർമ്മനിയുടെ സഹായത്തോടുകൂടി ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിനെതിരെയായിരുന്നു കമാൽ പാഷ അടക്കമുള്ള യുവതുർക്കികൾ പോരാടിയിരുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഈ ഖിലാഫത്ത് എന്നുള്ളത് സ്ഥാനം മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. ഞാൻ അതുകൊണ്ടാണ് സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിന്റെ പതനം പറഞ്ഞുകൊണ്ട് തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ സ്ഥാനമാറ്റത്തോടു കൂടി പിന്നീട് ഖിലാഫത്ത് എന്ന് പറയുന്ന ഒരാശയത്തെ വെറുതെ ഒരു കളിപ്പാവയായി മാത്രം ഈ പറയുന്ന ഈ പറയുന്ന യുവ തുർക്കികൾ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഖിലാഫത്ത് എന്ന് പറയുന്ന യാതൊരു അധികാരവും ഇല്ലാത്ത, നമ്മൾ മുമ്പ് പറയാറുണ്ടായിരുന്നു, ബഹദൂർ ഷാ സഫറിനെ കുറിച്ച്, അവസാനത്തെ ബഹദൂർ ഷാ സഫറിനെ കുറിച്ച് പറയുന്നത്, ഈ റെഡ് ഫോർട്ടിന്റെ ഉള്ളിൽ മാത്രം അധികാരം ഉണ്ടായിരുന്ന ഒരു ഭരണാധികാരി എന്ന രീതിയിൽ പറയാറുണ്ട്. അതുപോലെ ആയിരുന്നു തുർക്കിയുടെ ഉള്ളിൽ മാത്രം കൺട്രോൾ ഉണ്ടായിരുന്ന, ഇന്നത്തെ തുർക്കിയുടെ ഉള്ളിൽ മാത്രം കൺട്രോൾ ഉണ്ടായിരുന്ന ഒരു ഭരണാധികാരി. ബാക്കിയുള്ള പ്രദേശങ്ങളിലെല്ലാം ഛിന്ന ഭിന്നമായ, നല്ലൊരു ശതമാനം യൂറോപ്യൻ രാഷ്ട്രങ്ങൾ സ്വതന്ത്രമായി മാറിയ, ഇന്ന് വെസ്റ്റ് ഏഷ്യ, അതായത് സൗദി അടക്കമുള്ള അല്ലെങ്കിൽ ഹിജാസ് അടക്കമുള്ള ഈജിപ്റ്റ് അടക്കമുള്ള പ്രദേശങ്ങളെല്ലാം ബ്രിട്ടീഷുകാരുടെയും നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങൾ ഫ്രഞ്ച് ഇറ്റലിക്കാരുടെയും കയ്യിലുള്ള, ഇതൊന്നും അധികാരമില്ലാത്ത തുർക്കിയിൽ, ഇന്നത്തെ തുർക്കിയിൽ മാത്രം അധികാരമുള്ള ഒരു ഭരണ സംവിധാനമായിരുന്നു നമ്മൾ ഈ ഖിലാഫത്ത് എന്ന് പറയുന്ന വലിയ സംഭവം. ഒരു അധികാരവും ഇല്ലാതിരുന്ന സംവിധാനമാണ്. ആ ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ പിന്നെ കമാൽ പാഷയുടെ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കമാൽ പാഷ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ രാഷ്ട്രത്തിന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത് ഇസ്ലാമാണ്, ഖിലാഫത്താണ്, അതൊന്നും എടുത്തു കളയേണ്ടതുണ്ട്. മൂപ്പര് അങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്. മൂപ്പരുടെ പ്രഭാഷണങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴും ലഭ്യമാണ്. നഷ്ടപ്പെട്ടത് ഖിലാഫത്തിന് നഷ്ടപ്പെടുന്നത് ഫസ്റ്റ് വേൾഡ് വാറിൽ വിരുദ്ധ ടീം ഫ്രഞ്ച്, ബ്രിട്ടൻ ശക്തിയിലേക്ക് വന്നപ്പോ ഫലസ്തീന്, ജോർദാന്, ലെബനൻ എല്ലാ പ്രദേശങ്ങളും അവരുടെ ബ്രിട്ടന്റെ കയ്യിലേക്ക് പോവുകയും അതോടൊപ്പം തന്നെ പിന്നെ ഈ പ്രദേശം ഹിജാസ്, സ്റ്റെർലിംഗ് ആണ് ഹുസൈൻ ഷെരീഫ് അന്ന്
കാശായിട്ട് വാങ്ങിയത്. കാരണം ബ്രിട്ടീഷുകാർക്ക് വേണ്ടി അങ്ങനെയുള്ള ഒരുപാട് ഉപജാപങ്ങൾ ഈ ഫസ്റ്റ് വേൾഡ് വാറിൽ നടക്കുന്നുണ്ട്. അതോടുകൂടിയാണ് ഇതിന്റെ അധികാരം മുഴുവൻ പോകുന്നത്. അതേ സമയത്ത് പിന്നെ ഖിലാഫത്തുള്ള കാലഘട്ടത്തിൽ ഒരു പാസ്പോർട്ടേറ്റ് പിന്നെ ആഫ്രിക്കയിലും യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലും എല്ലാം പോയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് വേൾഡ് വാറിലാണ് അത് ഇല്ലാതാവണത്. കാരണം അവിടെ ബാൽഫർ പാക്ട് വരുന്നതും അപ്പൊ ഇതിന്റെ ഫസ്റ്റ് വേൾഡ് ആ ലൈനിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് പക്ഷെ അത് നമ്മുടെ സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം സ്ട്രെസ് ചെയ്യാത്തത്. ഞാൻ സ്ട്രെസ് ചെയ്യണത് ഈ ഖിലാഫത്ത് ഇന്ത്യയിൽ ഉണ്ടായ ആ തരംഗം ബ്രിട്ടനെ ശരിക്കും മാറ്റി ചിന്തിക്കുകയും ഇനി ഖിലാഫത്ത് എന്ന് പറഞ്ഞ സാധനം ലോകത്ത് ആരോഗ്യരുത്, അത് അത്താതുർക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ അത് ഷേക്സ്പിയർ ഇടപെട്ട് അത് ഇല്ലാതാക്കി. ഹിജാസിൽ പോയിട്ട് അബ്ദുൽ അസീസിനെ കാണുന്നു, ലോറൻസ് പോയി കാണുന്നു, അവിടെയും ഇനി ഖിലാഫത്ത് തിരിച്ചു കൊണ്ടുവരരുത് എന്നുള്ള ഒരു സ്ട്രെസ് ചെയ്തുകൊണ്ട് അതാണ് ശരിക്കും ഇന്ത്യയിൽ ഉണ്ടായ ഇമ്പാക്റ്റ് എന്നാണ് ഞാൻ പറയുന്നത്. ഇത്രേ ഉള്ളൂ. സൈഫുക്ക പറ. ലൈനിലുണ്ടല്ലോ അല്ലേ? ഞാനുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കുറഞ്ഞ സമയം കൂടി ഉണ്ട് നമ്മുടെ മുമ്പില്. സംശയങ്ങൾ അഥവാ എഴുതി അയക്കാൻ പറ്റാവുന്നവരാണെങ്കിൽ കമന്റ് ബോക്സോ അല്ലെങ്കിൽ വാട്സപ്പോ യൂസ് ചെയ്യാം. കേൾക്കാലോ അല്ലെ? കേൾക്കാം. വ്യക്തമാവുന്നില്ല, സൗണ്ട് വ്യക്തമല്ല. ഹലോ ഹലോ പറഞ്ഞു. ഹലോ യാസിർ സാഹിബ്. ഇല്ല പറയുന്നത് ക്ലിയർ ആവുന്നില്ല. ചാറ്റ് ബോക്സ് ഒന്ന് യൂസ് ചെയ്യോ? ഇല്ല, നിങ്ങളുടെ ക്ലിയർ ആവുന്നില്ല കേട്ടോ. ഓക്കെ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായിരിക്കണം. ഓക്കെ, വേറെ ആരെങ്കിലും? ഓക്കെ യാസിർക്ക് ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ട്. ഒന്നൊരിടത്ത് നിർത്തിയാ ശരിയാവും, ഒരിടത്ത് നിന്നാ ശരിയാവും. ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ. ഓക്കെ ഷൈഫു, ചോദിക്കാനുള്ളത് ഇപ്പോ നമ്മള് മലബാർ സമരത്തിന്റെ ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് ആയിട്ട് ഖിലാഫത്തിന്റെ തകർച്ച, അതിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി നടന്ന സമരങ്ങൾ, ഇതൊക്കെയാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിൽ ഈ മലബാർ സമരത്തിന്റെ ഏറ്റവും പ്രധാന നേതൃത്വമാണല്ലോ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. അദ്ദേഹത്തെ പിടികൂടി 1922 തുടക്കത്തിൽ ബ്രിട്ടീഷുകാർ കോട്ടക്കുന്നിൽ വെച്ച് വിചാരണ ചെയ്യുന്ന സന്ദർഭത്തിൽ അദ്ദേഹം നടത്തുന്ന കുറെ സ്റ്റേറ്റ്മെന്റുകളും പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ട്. അതിൽ അദ്ദേഹം വ്യക്തമായി പറയുന്ന ഒരു സംഗതി ഉണ്ട്, തുർക്കി ഖിലാഫത്ത് തുർക്കി കാര്യമാണ്, ഞാൻ പോരാടിയത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്, ബ്രിട്ടീഷുകാർക്കെതിരെയാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ. അപ്പോ എന്തുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹം പറഞ്ഞത്? പിന്നെ ഖിലാഫത്ത് തുർക്കി കാര്യമാണ് എന്ന് പറയുമ്പോ അത് ഇന്ത്യയുടെ മോചനം എന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന്റെ കോണ്ടെക്സ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് എന്നാണോ? കാരണം 1924 കൂടിയൊക്കെയാണല്ലോ ഇനി ഖിലാഫത്ത് തിരിച്ചു വരില്ല എന്ന് ലോകം തിരിച്ചറിയാൻ തുടങ്ങിയതൊക്കെ. അതേസമയം ആലി മുസ്ലിയാർ ഒരു ഗ്ലോബൽ കോണ്ടെക്സ്റ്റിൽ തന്നെ വർക്ക് ചെയ്തിരുന്ന ആളാണ്. ഖിലാഫത്തിന് വേണ്ടി തന്നെ ഒരു ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ റെപ്രസെന്റേഷൻ ആലി മുസ്ലിയാരുടെ വർത്തമാനങ്ങളിലും പ്രവർത്തനങ്ങളിലൊക്കെ നമുക്ക് സൂക്ഷ്മമായിട്ട് വായിച്ചാൽ കാണാൻ പറ്റും. പക്ഷെ ഇദ്ദേഹം അവസാനം മരിക്കാൻ സമയത്ത് വരെ
ഖിലാഫത്ത് ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ കൺസേൺ എന്ന് പറഞ്ഞു വെക്കുന്നു. ആ എന്താ അതിനെ നമ്മൾ എങ്ങനെയാണെന്ന് വായിക്കുക? നമ്മളിപ്പോ ഈ പറഞ്ഞു വെച്ച മുഴുവൻ സംഗതികളെയും ഒരർത്ഥത്തിൽ പിന്നെ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ അപ്രസക്താക്കുകയോ അങ്ങനെ ചെയ്യുകയാണ് ആവുന്നില്ല വാര്യംകുന്നത്തിന്റെ. യാസിർ ഭായ്, അങ്ങനെ ആവുന്നില്ല. പറഞ്ഞോളൂ. അങ്ങനെ ആവുന്നില്ല. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ പടയാളികൾ അദ്ദേഹം തന്നെ സ്വയം സ്വീകരിച്ചിരുന്നത് തുർക്കി വേഷവിധാനമായിരുന്നു. പ്രത്യേകിച്ച് പടയാളി ആ പോരാട്ട മുഖമുണ്ടല്ലോ, പടയാളികൾക്ക് അദ്ദേഹം അത് സ്വീകരിച്ചിരുന്നു. പക്ഷേ പക്ഷേ പ്രാക്ടിക്കൽ രാഷ്ട്രീയത്തിന്റെ വർത്തമാനമായിരിക്കണം അദ്ദേഹം അത് പറയണത്. പക്ഷെ അതിന്റെ ആവശ്യമില്ലല്ലോ, കാരണം അദ്ദേഹം വധിക്കപ്പെടാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങളിലുള്ള വർത്തമാനമാണ് അത് സ്വാഭാവികമായും ബ്രിട്ടീഷ് വിരുദ്ധ നിലപാട് സ്വീകരിക്കുമ്പോൾ അദ്ദേഹം തന്നെ കുറച്ചു കാലം ഒരു ഭരണം നടത്തിയിരിക്കുമ്പോൾ പറഞ്ഞ വർത്തമാനമാവണം അത്. ഞാൻ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്. പക്ഷെ എന്നാൽ പോലും ഖിലാഫത്തിന്റെ കണക്ഷൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കട്ട് ചെയ്തിരുന്നില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഖിലാഫത്തിന്റെ കണക്ഷൻ കട്ട് ചെയ്തിരുന്നില്ല. വീക്ഷണത്തിൽ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം കാരണം നിൽക്കുന്ന മലപ്പുറത്താണ്, മലബാർ ഏരിയ ആണ്, നമ്മൾ പോരാടുന്ന ബ്രിട്ടീഷുകാർക്കെതിരെയാണ്, ഇന്ത്യയുടെ വിമോചനമാണ് നമ്മൾ ആഗ്രഹം. സ്വാഭാവികമായി അദ്ദേഹം പറയുന്നത്. പക്ഷെ എന്നാൽ പോലും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളിലെ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലെ ഖിലാഫത്തിന്റെ കണക്ഷൻ കട്ട് ചെയ്തിട്ടില്ല അദ്ദേഹം. അല്ല, അത് തീർച്ചയായിട്ടും. കാരണം അദ്ദേഹം തുടങ്ങുന്നത് തന്നെ ഖിലാഫത്ത് പ്രവർത്തകനായിട്ടും ഖിലാഫത്ത് വളണ്ടിയർ ഒക്കെ അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് അപ്പം സ്വാഭാവികമായും അദ്ദേഹം നേരിടുന്ന ബ്രിട്ടീഷുകാർക്കെതിരെയാണ്. ബ്രിട്ടീഷുകാർക്ക് അതായത് ഇന്ത്യയുടെ, നമ്മുടെ കേരളത്തിന്റെ അതിന്റെ മോചനമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതാണ് അദ്ദേഹം അവസാനം വരെയും കീപ്പ് ചെയ്തത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആലി മുസ്ലിയാർ, ബാക്കിയുള്ള പണ്ഡിതന്മാരെല്ലാവരും അതേസമയം തന്നെ ആ ഒരു ഗ്ലോബൽ കണക്ഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ വാര്യൻകുന്നത്ത് ഭരണാധികാരി എന്ന നിലയിലും പോരാട്ട നായകൻ എന്ന നിലയിലും ഇന്ത്യയുടെ മോചനം എന്ന രീതിയിലാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ പോലും അതേ സമയത്ത് തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഖിലാഫത്തിന്റെ ആശയപരമായ സിംബോളിക്കൽ കണക്ഷനെ കട്ട് ചെയ്തിരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അതെ, വാര്യംകുന്നത്തിന്റെ പടയോട്ടങ്ങളിൽ അതിന്റെ ഒരു കൾച്ചറൽ റെപ്രസെന്റേഷൻ തീർച്ചയായിട്ടും ഉണ്ട്. അത് കാരണം ഫെസ് തൊപ്പി വെച്ചതും ഈ തുർക്കി പടച്ചട്ട, എനിക്ക് തോന്നുന്നു ഖിലാഫത്ത് പിന്നെ ആ കാലഘട്ടത്തിൽ തുർക്കിയുടെ ചിഹ്നങ്ങൾ സ്വീകരിക്കുക എന്ന് പറയുന്നത് ആഗോള ഗ്ലോബൽ ലീഡർഷിപ്പിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായിരുന്നു എന്ന് തന്നെ തോന്നുന്നു. അദ്ദേഹത്തിന്റെ ഈ വാര്യംകുന്നത്തിന്റെ അവസാന സ്റ്റേറ്റ്മെന്റുകളിലാണ് ഈ തുർക്കി ഖിലാഫത്തുകാരിയാണ്, അത് എന്നെ ബാധിക്കുന്നതല്ല എന്ന രൂപത്തിൽ അദ്ദേഹം സംസാരിച്ചത്. അത് ഇതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ മുൻ ഫോക്കസ് എന്താണ്? ബ്രിട്ടീഷ് വിരുദ്ധ നിലപാടാണ്, അത് മോചനമാണ് എന്നതുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നതെന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. ഓക്കെ. ഹലോ. യെസ്. അതായത് ഇപ്പോ നമ്മുടെ 1800-കളുടെ തുടക്കത്തിലൊക്കെ പോയി ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ലോകത്ത് എല്ലാ ഭാഗത്തും ഈ ഒരു ഫ്യൂഡൽ രീതിയിലുള്ള ഭരണങ്ങൾ തകരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ഒക്കെ ആയിട്ട് തന്നെയല്ല ഈ ഖിലാഫത്തിന്റെ തകർച്ചയും വരുന്നത്. നമ്മൾ അതിവൈകാരികമായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല, ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പിന്നെ ഇതായി എടുത്തു കഴിഞ്ഞാലും പ്രശ്നമുണ്ടോ? അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കമാൽ പാഷയെ തൗഫീഖ് സാഹിബ്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കമാൽ പാഷയെ തെറി വിളിക്കുന്നതിൽ കുറച്ച് സോഫ്റ്റ് ആയി വിളിക്കണം എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ്. കാരണം കമാൽ പാഷ ഖിലാഫത്തിന്റെ അന്തകൻ എന്നൊക്കെ പറയുമ്പോ ഏത് ഖിലാഫത്തിന്റെ അന്തകൻ എന്നുള്ള ചോദ്യം കൂടെ ഒക്കെ ഉണ്ട്. അതിന്റെ കൂടെ തന്നെ കമാൽ പാഷയുടെ ആ ഒരു നേതൃത്വം ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ തുർക്കി, ഇന്നിപ്പോ കാണുന്ന ലിബിയയും ഇറാഖിനെയൊക്കെ പോലെ പലരുടെയും കയ്യിലായേനെ. അതെ അതെ. അല്ലാതെ ആ ഖിലാഫത്ത് നിലനിൽക്കുക എന്നുള്ളത് അതിന്റെ ഡയറക്റ്റ് ഭരിക്കപ്പെടുന്ന ആ ആൾക്കാർക്കും കൂടെ തോന്നണമല്ലോ. ഇത് നമ്മള് അതുകൊണ്ടാണ് ലാസ്റ്റ് ക്ലാസ്സിൽ സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിന്റെ ആ പതനം വരെ ഞാൻ പറഞ്ഞു നിർത്തിയത്. കാരണം അദ്ദേഹത്തിന്റെ പതനത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ എടുത്ത് കളയുന്നതോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ഖിലാഫത്തിന്റെ തകർച്ച ഉണ്ടാവുന്നത്, പ്രധാനപ്പെട്ട തകർച്ച. പിന്നീട് ഖിലാഫത്ത് എന്ന് പറയുന്ന ഒരു വലിയ അധികാര സ്ഥാപനം പിന്നീട് നിലനിൽക്കുന്നില്ല.